സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേൽ. ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേൽ. സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേൽ. ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേൽ. മശിഹാരാജൻ അന്നാമലമേൽ പാടുകൾ ഏറ്റപ്പോൾ. മശിഹാരാജൻ അന്നാമലമേൽ പാടുകൾ ഏറ്റപ്പോൾ. ഇരുകാൽ കരങ്ങൾ കരങ്ങൾ മൂന്നാണികളാ തറഞ്ഞു നിന്നപ്പോൾ. ഓ ഓ ഓ സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേൽ. ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേൽ. മനുഷ്യപുത്രൻ അന്നാമലമേൽ രക്തം ചൊരിഞ്ഞപ്പോൾ. മനുഷ്യപുത്രൻ അന്നാമലമേൽ രക്തം ചൊരിഞ്ഞപ്പോൾ. മാനവ പാപം ഞാൻ കണ്ടു കാൽവരി മലമേൽ. ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേൽ. ത്യാഗത്തിൻ്റെ ധ്വനി ഞാൻ കേട്ടു കരുണയിൻ മുഖം കണ്ടു കാൽവരി മലമേൽ. അന്നാ കാൽവരി മലമേൽ. കാൽവരി മലമേൽ അന്നാ കാൽവരി മലമേൽ. സ്നേഹ
ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലവേ, കാൽവരി മലവേ, കാൽവരി മലവേ. പാസ്റ്റർ ബിനു, നമസ്കാരം. 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 ഒരു 35 വർഷമായി മ്യൂസിക് മിനിസ്ട്രിയിലായിട്ട്. അതെ അതെ അതെ. ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു ആദ്യം. ആർട്ടിസ്റ്റിൽ നിന്നൊരു ഇത്രയും വലിയ ഒരു 35 വർഷത്തെ ഒരു നീണ്ട യാത്ര, എങ്ങനെയാണ് ആ ഒരു ആർട്ടിസ്റ്റ് എന്നൊരു വിട്ട് ഒരു ഫുൾ ടൈം ഒരു മിനിസ്റ്റർ എന്നതിലേക്ക് എത്തിയത്? ശരിക്കും കുഞ്ഞുനാൾ മുതൽ വരയ്ക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഈ സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ ഈ ആളുകൾക്കൊക്കെ റെക്കോർഡ് വരച്ചു കൊടുക്കുക, പിന്നെ സയൻസിനും സോഷ്യൽ സ്റ്റഡീസിനൊക്കെ ഇങ്ങനെ ഓരോ ഡ്രോയിങ്സ് വരച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ സ്കൂൾ തലത്തിലൊക്കെ മത്സരത്തിനൊക്കെ പങ്കെടുക്കാറുണ്ട്. അതിനൊക്കെ വിജയിച്ചിട്ടുമുണ്ട്. എനിക്ക് ഈ എഴുത്തിനോടും വരപ്പിനോടും ഒരു അടങ്ങാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതൽ അതിൻ്റെ പുറകെ ആരെങ്കിലുമൊക്കെ എഴുതാൻ നോക്കിയിരുന്ന അല്ലെങ്കിൽ വരയ്ക്കാൻ നോക്കിയിരുന്നു കഴിഞ്ഞാൽ അവരെ നോക്കിയിരിക്കുക, ഇങ്ങനെ ഈ കടകളുടെയൊക്കെ ഈ സൈൻ ബോർഡുകൾ ശ്രദ്ധിക്കുക, ചിത്രങ്ങളെ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ആയി എനിക്ക് അല്പമായിട്ട് വരയ്ക്കാനൊക്കെ താല്പര്യമുണ്ടായി. ഞാൻ പിന്നെ ഒരു ആർട്ടിസ്റ്റാന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ അങ്ങ് ഇറങ്ങുമായിരുന്നു ശരിക്കും. വീട്ടിൽ 2 ബ്രഷൊക്കെ മേടിച്ചു. അപ്പോൾ ആദ്യം എഴുതിയത് വീട്ടിൻ്റെ ഈ കട്ടളയിൽ വെൽക്കം എന്നൊക്കെ പറഞ്ഞ് എഴുതി. പിന്നെ ഈ ബാനറൊക്കെ എഴുതിയ ഈ എൻ്റെ പപ്പ പാസ്റ്ററാണ്. അപ്പോൾ അങ്ങനെ ഈ ചർച്ചിൽ ഈ കൺവെൻഷൻസൊക്കെ വരുമ്പോൾ അതിന് ആദ്യം പപ്പയായിരുന്നു എഴുതിക്കൊണ്ടുവന്ന്. അപ്പോൾ അങ്ങനെ അത് ഞാൻ കണ്ടിട്ട് ഞാൻ എഴുതി തുടങ്ങി. പ്രോത്സാഹിപ്പിക്കാൻ പിന്നെ ആളുകളൊക്കെ ബാനറായിട്ടൊക്കെ വീട്ടിൽ വരിക, പിന്നെ വാഹനങ്ങളെ കൊണ്ടുവരിക, നമ്പർ എഴുതി കൊടുക്കാൻ പറയുക, പിന്നെ അടുത്ത കടകളിലൊക്കെ ബോർഡ് എഴുതാനൊക്കെ വിളിക്കുക. അങ്ങനെയൊക്കെ ആയപ്പോൾ അതിൻ്റെ ഒരു ജീവനോപാധിയായിട്ടും കൂടെ. എത്രാമത്തെ വയസ്സിലായിരുന്നു ഈ ഇതൊക്കെ ഒരു 7-ലും 8-ലൊക്കെ പഠിക്കുമ്പോഴാണ് സംഭവം. അപ്പോൾ എനിക്ക് അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഇട്ട് തുടങ്ങി. അങ്ങനെ ഞാൻ ആ ഒരു മേഖലയിലേക്ക് അങ്ങ് പോവുമായിരുന്നു. അങ്ങനെ പോകാനൊരു കാരണം ഉണ്ടായിരുന്നു, എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയും കൂടെ ഈ ഒരു കലയിലേക്ക് മാറാൻ നിർബന്ധിതനായി. ജന്മനാൽ സംസാരിക്കാൻ കഴിയില്ലായിരുന്നോ? അല്ലെങ്കിൽ ജന്മനാൽ സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. ജന്മനാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ബിനു എന്ന 2 അക്ഷരമേ ഉള്ളൂ. പക്ഷെ ഇത് പറയാൻ പറ്റില്ലായിരുന്നു. എന്നെ അറിയുന്ന ഒരു മോനാണ് പ്രിയ ബിബിൻ. എൻ്റെ പപ്പ ഇതുപോലെ വിശ്വാസ കോളത്തേക്ക് കൊണ്ടുവന്നവരുടെ മാതാവ്. അതുകൊണ്ട് അദ്ദേഹം ഒന്ന് യാദൃച്ഛികമായിട്ട് ഇവിടെ ആയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എൻ്റെ കുഞ്ഞുനാളൊക്കെ അറിയാവുന്ന ഒരാളും കൂടെ തന്നെയല്ല, ഞാൻ സൺഡേ ക്ലാസ് പഠിപ്പിച്ച ഒരു വ്യക്തിയും കൂടെ. അപ്പോൾ ശരിക്കും ഈ ഞാൻ ജനിച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങുമ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അത് എന്നെ ഒത്തിരി ആകുലപ്പെടുത്തി. കുഞ്ഞുനാളിലാണെങ്കിലും പിന്നെ എനിക്ക് ഭയങ്കര ആളുകളെയൊക്കെ കാണിക്കുന്ന ഭയങ്കര ഭയമായിരുന്നു. ആളുകളൊക്കെ അടുത്തോട്ട് വരുമ്പോൾ എൻ്റെ ഒരു പേടി, എൻ്റെ പേര് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യുന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോടും ഞാൻ സംസാരിക്കാറൊന്നുമില്ല. പക്ഷേ ഇത് ക്രമേണ ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. എൻ്റെ ഈ 2 വാക്ക്, ഈ ബിനു എന്ന് പറയുന്ന, എൻ്റെ പപ്പയെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നത് 2 അക്ഷരമുള്ള പേരിട്ടുള്ള. ശരിക്കും ഇതെനിക്ക് പറയാൻ പറ്റത്തില്ലായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴെല്ലാം ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ബുദ്ധിമുട്ട്. എന്നാൽ എൻ്റെ പപ്പ സ്കൂളിൽ എന്നെ ജോയിൻ ചെയ്യിക്കുമ്പോൾ എൻ്റെ ടീച്ചർ എൻ്റെ പേരൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ടീച്ചറൊക്കെ എന്നെ ഡൈവേർട്ട് ചെയ്ത് വേറെ ഏതെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കാനൊക്കെ ഡൈവേർട്ട് ചെയ്തിരുന്നു. പക്ഷേ അന്ന് ഇതുപോലെ ആ സ്കൂളിൽ ദേശീയഗാനം പാടാൻ ആളില്ലായിരുന്നു. അങ്ങനെ എൻ്റെ പപ്പ പറഞ്ഞു, മോൻ അല്പമായിട്ട് പാട്ട് പാടും. അങ്ങനെ എന്നോടൊരു പാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ കാണുന്നുണ്ട് ഞാൻ അക്കരെ എൻ പൊൻ വീടെന്ന് എൻ്റെ കുഞ്ഞുനാളിൽ പപ്പ പഠിപ്പിച്ചതാണ്. ഞങ്ങളുടെ സഭകളിലൊക്കെ മത്സരത്തിനൊക്കെ പോകാൻ പഠിപ്പിച്ചതാണ്. ആ പാട്ട് പാടി ശരിക്കും ആ പാട്ട് കേട്ടിട്ടാണ് ടീച്ചർ എന്നെ ശരിക്കും സ്കൂളിലേക്ക് എടുത്തത്. അത് പക്ഷേ അപ്പോൾ തന്നെ ഞാൻ മാനസികമായിട്ടൊക്കെ ഒത്തിരി ഇൻട്രോവേർട്ടായിരുന്നു. കാരണം ആരുമായിട്ട് സംസാരിക്കത്തില്ല. എന്നോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ പോലും എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഒത്തിരി അടിയൊക്കെ മേടിച്ചിട്ടുണ്ട്. പക്ഷേ അറിയില്ലെന്ന് പറയാൻ പോലും അറിയത്തില്ലായിരുന്നു. അതെനിക്കിപ്പോൾ ഓർക്കും പോലും വല്ലാത്ത ഭീതിയാണ് ശരിക്കും. പെന്തിക്കോസ്ത് കുടുംബത്തിലാണല്ലോ ജനിച്ചു വളർന്നത്. അതെ അതെ. പിതാവ് പാസ്റ്ററാണ്. ആ സമയത്തും കുഞ്ഞിൻ്റെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും പപ്പയും മമ്മിയും ഫുൾ ടൈം ശുശ്രൂഷയിലാണ്. പപ്പ ഫുൾ ടൈം ശരിക്കും എൻ്റെ പപ്പ ഈ ശരിക്കും CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ അമ്മ മർത്തോമ. പക്ഷേ അവർ ഈ ദൈവത്തെ, എൻ്റെ ഫാദർ വളരെ കറുതീർന്നൊരു ദൈവഭക്തനാണ്. അത് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ തൻ്റെ 2ാമത്തെ മകനാണ് ഞാൻ.
അപ്പോൾ എൻ്റെ പപ്പയൊക്കെ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാകാം, പക്ഷെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ ഒരു മോനോ എന്ന് ഞാൻ എൻ്റെ കുഞ്ഞുനാൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ദൈവത്തോട് പിറുപിറുക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ അവസ്ഥ ലൈഫിൽ വന്നിട്ടുണ്ട്. കാരണം എനിക്ക് ആരുടെ മുമ്പ് നിൽക്കാൻ പറ്റുന്നില്ല, ആരോടും സംസാരിക്കാൻ എത്ര പറ്റുന്നില്ല. വയസ്സ് വരെ ഈ പ്രശ്നം ഫേസ് ചെയ്തു? ഇത് 1999 വരെ. പക്ഷെ എൻ്റെ ഏറ്റവും അടുത്തറിയുന്നവർക്ക് ഇത് സംഭവം അറിയൂ. പഠിത്തത്തെ എല്ലാം ബാധിച്ചു ഈ പഠിത്തത്തെല്ലാം ബാധിച്ചിട്ടുണ്ട്. കാരണം പക്ഷേ ടീച്ചേഴ്സിനോടൊക്കെ എന്നോട് ഭയങ്കര ഒരു അനുകമ്പ ഉണ്ടായിരുന്നു ശരിക്കും. പക്ഷേ എനിക്ക് ഉത്തരം അറിയാഞ്ഞിട്ട് പോലും ഞാൻ അറിയില്ലെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അറിയില്ലെന്ന് പറഞ്ഞ 2 അക്ഷരം പറഞ്ഞാൽ മതി. അതൊക്കെ എന്നെ ഒത്തിരി മാനസികമായിട്ട് ഒത്തിരി പീഡിപ്പിച്ചു. അന്ന് ദേശീയഗാനം പാടിയതിനു ശേഷം പിന്നീട് പാടാൻ ശ്രമിച്ചു. പാടാൻ ഒരു പ്രശ്നമില്ല, പാടി തുടങ്ങിയാൽ ഒരു കുഴപ്പമില്ല. EMS പറയുന്ന പോലെ പാടാൻ നേരത്ത്. പക്ഷേ എനിക്ക് എന്തെങ്കിലും ആളുകളെ കാണുമ്പോഴും ആളുകളെല്ലാം ചോദ്യം ചോദിച്ചാലോ, ഇത്തിരി ആൾക്കൂട്ടം കണ്ടാലൊക്കെ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. എനിക്ക് അതുകൊണ്ട് തന്നെ കൂട്ടുകാരൊന്നും എനിക്ക് ഇല്ലെന്ന് തന്നെ പറയായിരുന്നു. ഞാൻ ആരുടെടുത്തും അങ്ങനെ വെട്ടത്ത് നിൽക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ ചർച്ച് ബേസ് നടന്നതുകൊണ്ട് തന്നെ ഈ പാർട്സിൻ്റെ ഇതിൽ മാറി മാറി താമസിക്കുക പതിവായിരുന്നു 3 വർഷം കഴിയുമ്പോൾ. അങ്ങനെയൊക്കെ ഒരു സഭയിൽ നിന്നും അടുത്ത സഭയിലേക്ക് പോകുമ്പോൾ എൻ്റെ പേടി എന്ന് പറയുന്നത് അവിടെ ഇനി ആളുകളെ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളതായിരുന്നു. ഞാൻ മാനസികമായിട്ട് എൻ്റെ ഭാവിയെക്കുറിച്ചൊക്കെ ഓർത്ത് ഒത്തിരി വ്യാകുലപ്പെട്ടിട്ടുണ്ട്. മാതാപിതാക്കളോടൊപ്പമുള്ള ആ പേഴ്സണൽ ലൈഫ് എങ്ങനെയായിരുന്നു? ശരിക്കും ഞങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം 1978 കാലങ്ങളിലാണെന്ന് തോന്നുന്നു എൻ്റെ പപ്പ തിരുവനന്തപുരം ജില്ലയിൽ പാറശാല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ദൈവദാസനായിട്ട്, ഒരു ശുശ്രൂഷകനായിട്ട് അവിടെ ചെല്ലുകയാണ്. അതിനും പപ്പയുടെ ഒരു ചരിത്രം വേറെയുണ്ട്. അപ്പം ശരിക്കും പപ്പ അവിടെ കടന്നുപോയി വളരെ ക്ലേശത്തിലൂടെ. അവിടെ നല്ലൊരു ചർച്ചില്ലായിരുന്നു, ഒരു പാഴ്സണേജ് ഇല്ലായിരുന്നു. അവിടെ ഞങ്ങളൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടു. ശരിക്കും പട്ടിണി കിടക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. പപ്പയ്ക്ക് സ്തോത്ര കാഴ്ചയൊക്കെ എനിക്ക് തോന്നുന്നു 2 രൂപ 60 പൈസ കിട്ടിയ സമയമുണ്ട്, 1 രൂപ 15 പൈസ കിട്ടിയ സമയമുണ്ട്. 5 മക്കളാണ്. 5 മക്കളുമുണ്ട്. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് ഞങ്ങളുടെ ചർച്ചിലെ സെക്രട്ടറി അപ്പച്ചന് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഈ പ്ലാവിൻ്റെ ഇലയൊക്കെ വീഴുമ്പം അത് ഞങ്ങൾ അന്ന് വല്ലോ എന്നൊക്കെ പറയും, കുട്ടയിലെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നായിരുന്നു ഈ ചോറ് വെച്ച് കഴിച്ച സമയങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ അമ്മ അതുപോലെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് കർത്താവ് നമ്മളെ എല്ലാ നിലകളിലും സ്നേഹിച്ചു മാനിച്ചു എന്ന് പറയുന്നതിൽ കുടുംബത്തിൽ 2ാമത്തെ മകനായിരുന്നു. എപ്പോഴാണ് വീണ്ടും ഈ നന്നായിട്ട് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന പോലെ ഒരു സംസാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത്? അത് 2000 ആണ്ടിലാണ്, 1999 2000. എൻ്റെ പപ്പ കലയപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ചർച്ച് കോഡ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ സീനിയർ പാസ്റ്ററാണ്. എൻ്റെ പ്രസിഡൻറ്റ് പാസ്റ്റർ ജോർജ് ഫിലിപ്പ് അവറുകൾ, അതുപോലെ പാസ്റ്റർ പി വിഗിരിജൻ, അവരെയൊക്കെ ഇപ്പോൾ ഓർക്കുന്നു ഞാൻ. അപ്പോൾ ആ ചർച്ചിൽ കാഞ്ഞിരമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് ചർച്ച് പാസ്റ്ററായിട്ടിരിക്കുമ്പോൾ പപ്പ അവിടെ എല്ലാ ഞായറാഴ്ചയും ഓരോരുത്തർ പ്രബോധനം പറയുന്നുള്ള, കാരണം യുവാക്കളെ ഒന്ന് പൊക്കിക്കൊണ്ട് വരിക എന്ന ലക്ഷ്യത്തോടു കൂടെ എല്ലാ ആഴ്ചയിലും ഒരു 10-15 മിനിറ്റ് യുവാക്കൾ പ്രബോധനം പറയണമെന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ട്. എത്ര വയസ്സുണ്ട് അന്നേരം? അന്ന് ഇന്നേക്ക് 24 വർഷം മുമ്പ്. അപ്പം ഒന്ന് കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അളവിൽ എല്ലാവർക്കും സന്തോഷമായത്. പക്ഷെ എനിക്ക് മാത്രം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ലായിരുന്നു. സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട്. അപ്പം ഞാൻ ശരിക്കും അക്ഷരാർത്ഥത്തിൽ കാഞ്ഞിരമറ്റം ദൈവസഭ ഇടിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിച്ച ഒരാളാണ് ഞാൻ. ഇവിടെ ഇനി ചർച്ച ആരാധന നടക്കരുതെന്നൊക്കെ പ്രാർത്ഥിച്ച ആളാണ്. കാരണം എൻ്റെ ഞായറാഴ്ച ആകരുതെന്ന് പ്രാർത്ഥിച്ച ഒരാളാണ്. അപ്പോൾ ഓരോ ഞായറാഴ്ചയായി ഞാൻ പുറകിലോട്ട് മാറി ഞായറാഴ്ച നമുക്ക് പേടിയാണ്. ഓരോ ഞായറാഴ്ച കാണുന്നത് എൻ്റെ അടുത്തോട്ട് വരുക ഓരോ ഞായറാഴ്ച. അപ്പോൾ ഇത് ശരിക്കും എൻ്റെ സമയമെത്തി. ശനിയാഴ്ച കഴിഞ്ഞു. ഞാൻ പപ്പയോടൊക്കെ ചെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷേ പപ്പ ഈ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. പപ്പ പറഞ്ഞു നീ സംസാരിക്കണം, ഇതിനൊക്കെ അറിയില്ലെങ്കിൽ നീ പുൾപിറ്റിൽ വന്ന് അറിയില്ലെന്ന് പറയണം എന്നൊക്കെ എന്നോട് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു. ഞാൻ വലിയ വായിൽ കരയാനൊക്കെ തുടങ്ങി. പക്ഷേ ഒരു തരത്തിലും നിവൃത്തിയില്ലെന്ന് മനസ്സിലായി. അറിയില്ല എന്നൊരു വേർഡ് പറയാൻ പറ്റുന്നുണ്ട്. അറിയില്ലെന്ന് പറയാൻ പറ്റില്ല, ആക്ഷനൊക്കെയാണ്. ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ കണ്ണൊക്കെ ഈ സൈഡിലേക്കൊക്കെ പോകും. ആളുകൾക്ക് ഇതൊരു എന്നെ ഒത്തിരി ഒരു കളിയാക്കുന്നു. എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കുകയെല്ലാം ചെയ്തിരുന്നു, അത് പറഞ്ഞു വരുവാണ്. അപ്പോൾ ശരിക്കും ആ ഞായറാഴ്ചയായി ഇങ്ങനെ സാക്ഷിയെ കഴിഞ്ഞു. ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോയി. എനിക്ക് വല്ലാതെ
ലക്ഷങ്ങളുടെ മുമ്പേ പാടിയിട്ടുണ്ട് ഞാൻ. റെയ്നാർഡ് ബോങ്കൊക്കെ വന്നപ്പോൾ ആ കൊയറിൽ ഞാൻ എന്നിട്ടും എനിക്ക് പേടിയില്ല. പക്ഷേ ഇതെനിക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ആ സമയപ്പം പറഞ്ഞിപ്പോൾ ബിനു മുന്നോട്ട് കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം സംസാരിക്കും. ഞാൻ ശരിക്കും പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് കരയാൻ തുടങ്ങി. പറഞ്ഞു വന്ന് പറയുമ്പോൾ പറഞ്ഞു, ഞാൻ ശരിക്കും ആ പുൾപ്പിറ്റിൽ വന്നിങ്ങനെ പിടിച്ച് കിടുകിടാ വിറക്കിയ ഞാൻ. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ കരയാണ്, വലിയവായി കരയാണ്. അപ്പോൾ വിശ്വാസികളൊക്കെ പറഞ്ഞു കുഴപ്പമില്ല ബിനു അവിടെ ചെന്നിരിക്കാൻ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് പപ്പ സമ്മതിക്കുന്നില്ല. ലാസ്റ്റിൽ എനിക്ക് എന്നെ കുഞ്ഞുനാളിൽ സൺഡേ ക്ലാസ് പഠിപ്പിച്ച ഒരു വാക്യം ഓർമ്മ വരുവാണ്. ഒരു ചാക്കോപ്പച്ചൻ എന്ന് പറഞ്ഞ അപ്പച്ചൻ എന്നെ അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായത്തിലുള്ള ഒരിക്കൽ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തെങ്കിൽ ഒരുവനെ ദിനംപ്രതി കൊണ്ടുവന്നിരുത്തുമാറുണ്ട്. ഇതെൻ്റെ മനസ്സിലേക്ക് വരികയും ഞാൻ അറിയാതെ പറഞ്ഞു തുടങ്ങുന്നു. ശരിക്കും അന്നാണ് ദൈവം എൻ്റെ ഈ നാവിൻ്റെ കെട്ടിനെ പൊട്ടിച്ചെന്ന് വേണം പറയാൻ. ശരിക്കും അന്ന് മുതൽ ഇന്ന് വരയ്ക്കും കർത്താവ് എന്നെ ഇങ്ങനെ സംസാരിക്കുന്ന രീതിയിലേക്കായി. പക്ഷേ മറ്റൊരു കാര്യം, ഇത് എന്നെ കേൾക്കുന്ന ആളുകളോട് ഞാൻ പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിലുള്ള ക്ലേശങ്ങളും പ്രയാസങ്ങളൊക്കെ പിന്നത്തേതിൽ നമ്മുടെ സാക്ഷ്യങ്ങൾക്കത് വഴിമോ നിന്ദിച്ചെടുത്തെല്ലാം ദൈവം മാനിച്ചു. തീർച്ചയായിട്ടും. ശരിക്കും തന്നെയല്ല, ഞാനിപ്പോൾ ശുശ്രൂഷയിൽ കടന്നു പോകുമ്പോൾ ഇതുപോലെ സംസാരിക്കാൻ പറ്റാത്ത ഒത്തിരി പേരെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു ഈ ചാനലിലൂടെയൊക്കെ കേൾക്കുമ്പോൾ അവരിൽ ആരെങ്കിലുമൊക്കെ ഇത് കേൾക്കുന്നുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഒത്തിരി പേര് വിടുതൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് ചുവന്നമണ്ണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മീറ്റിങ്ങിന് പോയിട്ട് സംസാരിക്കാൻ കഴിയാത്ത ഒരു യൗവനക്കാരുടെ മീറ്റിംഗ് ആയിരുന്നു. ആളുകൾ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഏകദേശം 40-ൽ കൂടുതൽ കുഞ്ഞുങ്ങൾ. ഓരോരുത്തരുടെ സാക്ഷി എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ അമ്മയെന്ന് വിളിച്ചിട്ടില്ല. അമ്മയെന്നൊന്ന് വിളിച്ച് കിട്ടിയാൽ മതി. ആ കുഞ്ഞുങ്ങളൊക്കെ 10, 16, 15 വയസ്സുള്ളവരാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് ഒരു കൃപ നൽകി. ഇന്നും അനേകർ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ ഫോണിൽ വിളിക്കാറുമുണ്ട്. അതേ സമയത്ത് 25 വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും ജീവിതം ഇരുട്ട് അതിൽ തീർന്നു എന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ഭാവി പക്ഷെ എങ്കിലും അപ്പയും അമ്മയും മിനിസ്ട്രിയിൽ ഫുൾ ടൈം ഉണ്ടായിരുന്നു. മോനെ കൊണ്ട് പോകുന്നുണ്ട്. അവർക്കൊരു ലജ്ജയുമില്ല. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾക്ക് വലിയൊരു പരാജയമായിരുന്നു. ശരി, പപ്പയ്ക്ക് ഇതൊക്കെ എന്നും കാണുന്നതുകൊണ്ട് വലിയൊരു ഫീല് തോന്നിയിട്ടില്ല. കാരണം ഞാൻ അനുഭവിക്കുന്ന ഞാനാണല്ലോ. പക്ഷെ പപ്പയ്ക്ക് വേദന ഉണ്ടാകും. പക്ഷെ എങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് എൻ്റെ ഭാവിയെ പറ്റിയൊക്കെ ഭയങ്കര ചോദ്യചിഹ്നമായി. ഞാൻ ഈ കല്യാണങ്ങൾക്കൊക്കെ ഇന്ദി മംഗല്യമൊക്കെ പാടും, സ്വർപ്പൂരമൊക്കെ പാടും. അതിനുശേഷമായിരുന്നു വിവാഹമൊക്കെ. അതെ. അപ്പം ഞാൻ ഈ കല്യാണമൊക്കെ പാടുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പം എന്ത് ചെയ്തും എന്ന് ഞാൻ ആശങ്കപ്പെട്ടിട്ടുണ്ട്. അന്ന് ഞങ്ങളെ സെൻട്രൽ പാസ്റ്റർ ഓത്തങ്കച്ചൻ, അദ്ദേഹത്തിന് കൈക്കൂലി കൊടുത്താലോന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കല്യാണത്തിൻ്റെ സമയം വരുമ്പോൾ. പക്ഷേ ദൈവം അതിനു മുമ്പ് തന്നെ സംസാരിക്കാൻ, അനേകരോട് ദൈവവചനം പറയുവാൻ, പാടുവാനൊക്കെ കർത്താവ് ഭാഗ്യം നൽകി. പാസ്റ്ററുടെ മോനായതുകൊണ്ട് പിന്നീട് ആ മിനിസ്ട്രി തുടർന്നതാണോ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു തീരുമാനം എടുത്തതാണോ ഞാനൊരു ഫുൾ ടൈം മിനിസ്റ്ററായിട്ട് നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം? ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ഈ ഒരു പാസ്റ്റർ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ഒരു ദൈവസഭയെ നയിക്കുന്ന ഒരു സഭാ ശുശ്രൂഷകനായിട്ട് ഒരിക്കലും വരുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ച ആളല്ല. അപ്പോഴും എനിക്ക് വചനത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ വചനം വായിക്കുക, അതിലുള്ള ചിന്തകൾ കണ്ടെത്തുക. പക്ഷെ അപ്പോഴും സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ബൈബിൾ കോളേജ് പഠിക്കാൻ പോകുമ്പോഴും സംസാരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ ബൈബിൾ കോളേജിൽ കൊണ്ട് എൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴും ടീച്ചർ ചോദിച്ചതൊന്നും എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. അപ്പം എൻ്റെ ആ പാസ്റ്റർ ചോദിച്ചു, ബിനുവിന് എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പാട്ട് പാടാം, പക്ഷേ ഈ ചാപ്പൽ സർവീസിലൊന്നും പ്രസംഗം, പ്രാർത്ഥന അതൊന്നും എൻ്റെ പേര് പറയാതിരിക്കുകയാണെങ്കിൽ ഞാൻ വരാൻ തോന്നും. അങ്ങനെ ശരിക്കും ഞാൻ അവിടെ പോയി. എനിക്ക് ചാപ്പൽ സർവീസൊന്നും ഇല്ലായിരുന്നു, പ്രാർത്ഥന പോലും ഇല്ലായിരുന്നു. അല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല, ഈ പൊതുവേദിയിൽ പ്രാർത്ഥിക്കാൻ എന്നെ വിളിക്കില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ വചനം ഈ പഠിച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴി ഒരു ഫാമിലി ഉണ്ട്. അവർ ഈ ഞാൻ പഠിച്ച കാര്യങ്ങൾ എന്നോട് ചോദിക്കും. അപ്പം അവരോട് എത്ര വിൽക്കാലും ഞാൻ പറഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ല. അവരിങ്ങനെ കേട്ട് എനിക്ക് ശരിക്കും ഇപ്പം ഈ ശ്വാസം മുട്ടൊക്കെ വരും. ഞാൻ ചില വാക്കുകളൊക്കെ ഉപേക്ഷിക്കും. ചിലപ്പോൾ ഇങ്ങനെ വാക്ക് പറയാൻ വന്നിട്ട് ഈ വാക്ക് പറയാൻ വേണ്ടി വന്നിട്ട് ആ വാക്ക് ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇനി അത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് വെച്ചിട്ട് ഞാൻ ഉണ്ടായിരുന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് മാനസികാവസ്ഥ ഞാൻ ഒത്തിരി അതിനെ ഓർക്കാൻ പറ്റുന്നില്ല. പിന്നീട് സ്റ്റേജുകളിൽ പാടി തുടങ്ങിയപ്പോൾ ഏറ്റവും ആദ്യം ഓർത്തെടുത്ത് പാടിയ പാട്ട് ഏതായിരുന്നു? ശരിക്കും കാരണം നമുക്ക് ആ സംസാരിക്കാനും കൂടിയുള്ള ഗിഫ്റ്റ് ദൈവം തന്നു കഴിഞ്ഞു. അതെ. പിന്നെ നമ്മൾ പാടുമ്പോൾ നമ്മൾ ആ ഒരു പൂർണ്ണമായി ദൈവത്തോടുള്ളൊരു നന്ദിയോടുള്ള ഒരു പാട്ടായിരുന്നു. ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്, അത് പാടുമ്പോൾ കരച്ചിൽ വരുമ്പോൾ തേടി വന്നു. നമുക്ക് പാടിയാലോ?
കളങ്കമറ്റേശുവേ കരയില്ലാതെന്നീ നിർത്തിയിടുക. കളങ്കമറ്റേശുവേ കരയില്ലാതെന്നീ പളുങ്കു കടൽ തീരത്തിരുന്നു ഞാനെൻ്റെ. പളുങ്കു കടൽ തീരത്ത് ഇരുന്നു ഞാനെൻ്റെ മധുരഗാന രഥമതിലേറി ഗമിപ്പാൻ. മധുരഗാന രഥമതിലേറി ഗമിപ്പാൻ തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ. തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ. ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കാ. ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കാ. മന്നവാ വർണ്ണിപ്പാൻ എഴുതല്ല എനിക്ക്. മന്നവാ വർണ്ണിപ്പാൻ എഴുതല്ല എനിക്ക്. തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ. Praise the Lord. വേദനയോടെ അല്ലാതെ നമുക്കിത് പാടാൻ കഴിയില്ല. തീർച്ചയായിട്ടും. കാരണം കർത്താവ് നമ്മളെ ആ ഒരു ഇരുട്ടിന്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവന്നു. പിതാവിന്റെ ഒപ്പം പിന്നെ ശുശ്രൂഷയിൽ അങ്ങ് പോവായിരുന്നു. കർത്താവ് അമ്മയും അപ്പയും ഫുൾ ടൈം മിനിസ്ട്രി ആണ്. അപ്പോൾ തന്നെ എന്തുകൊണ്ട് ഇനി ക്രിസ്ത്യൻ വേദികളിലാണല്ലോ ഏറ്റവും കൂടുതൽ പാടുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? ശരിക്കും ഇതിൻ്റെ ഈ സത്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ തന്നെയല്ലേ എൻ്റെ പപ്പയാണ് ഞങ്ങൾക്ക് ശരിക്കും കർത്താവ് കഴിഞ്ഞാൽ റോൾ മോഡൽ. അപ്പോൾ പ്രിയ പപ്പയുടെ ഓരോ ചെയ്തികളും ഞങ്ങൾക്കൊരു എന്താ പറയുന്ന ആവേശം പകരുന്നത്. ഇന്നും പപ്പ ഒരു ലൈൻ ഷർട്ട് ഇട്ടാൽ ഞാൻ കണ്ടിട്ടില്ല. വീട്ടിലും പപ്പ വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടുമാണ്. അപ്പോൾ അത്രയ്ക്കും ഉള്ളൊരു ദൈവഭക്തന് വളരെ എല്ലാം ചിട്ടയോടുകൂടെ നോക്കുന്ന ഒരാൾ. വേറൊരു മെൻറ്ററിൻ്റെ ആവശ്യമില്ല ശരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് അങ്ങനെ ജീവിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ പപ്പയുടെ ഏഴേലത്ത് ഞങ്ങൾക്ക് എത്താൻ ശരിക്കും പറഞ്ഞാൽ പറ്റിയിട്ടില്ല. സഹോദരങ്ങളെല്ലാം മിനിസ്ട്രിയിലാണ്. എല്ലാവരും മിനിസ്ട്രി. എൻ്റെ നേരെ ഇളയാളെന്ന് പറഞ്ഞാൽ പാസ്റ്റർ പോൾസൺ സ്റ്റീഫൻ. അദ്ദേഹം ഒരു ബൈബിൾ ടീച്ചറും ഒരു സഭയുടെ സൂക്ഷകനാണ്. അദ്ദേഹം എഴുതിയ പാട്ടാണ് ഇത്ര നല്ല രക്ഷക യേശുവേ ഇത്രമാം സ്നേഹം നീ തന്നതെന്ന് പറഞ്ഞ പാട്ട്. അദ്ദേഹം ശുശ്രൂഷയിലാണ്. അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരനാണ് വിനോദ് ചാരുത. അദ്ദേഹം എഴുതിയ പാട്ടാണ് ഞാൻ കാണും പ്രാണനാഥനേശോ. ഈ രണ്ട് ഗാനങ്ങളും എനിക്ക് പാടാനുള്ള ദൈവം ഭാഗ്യം ഒരുക്കി തന്നു. പിന്നെ എൻ്റെ മൂത്ത ഒരാളുണ്ട് ബിജു ചാരുത. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് ഒരു മോളാണ്, അവളാണ് പെങ്ങള് ബിൻസി മോള്. അവൾ പാലക്കാടാണ്. എല്ലാവരും കുടുംബസ്ഥരാണ്. ചേട്ടന് കുട്ടികളായിട്ടില്ല. ബാക്കി എല്ലാവർക്കും 3-2 വെച്ച് ആളുണ്ട്. ശരിക്കും ഒരു സ്ഥാനാർത്ഥിയെ തോപ്പിക്കാനുള്ള ആളുണ്ട്. ഒരു ആർട്ട് ഡയറക്ടർ ആയിരുന്നു എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ചാരുത ഡിസൈൻ ഇപ്പോഴും ഉണ്ടല്ലേ? അത് എന്തുകൊണ്ട് അതിൽ തുടരണമെന്ന് തോന്നിയില്ല? മ്യൂസിക് മിനിസ്ട്രിയിലേക്ക് തന്നെ. ശരിക്കും ഇത് രണ്ടും ഇപ്പോൾ ഒരുപോലെ കൊണ്ടുപോവാണ് ഞാൻ. എൻ്റെ ഒരു ജീവനോപാധി എന്ന് പറയുന്ന ഡിസൈനിങ് ആണ്. കാരണം ഞാൻ കുഞ്ഞുനാൾ മുതൽ ചിത്രം വരയ്ക്കുക. എന്തൊക്കെയാ ഡിസൈൻ രംഗത്തെ പറ്റി ഓർക്കുമ്പോൾ തന്നെ ഓർത്തെടുക്കാൻ ചെയ്ത ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്ത വർക്കുകൾ ഏതാണ്? ഒത്തിരി കാര്യം പറയാനുണ്ട്. പക്ഷെ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മൂമെൻ്റ് എന്ന് പറയുന്നത് വേൾഡ് വൈഡായിട്ട് ലോഗോ കോമ്പറ്റീഷൻ നടത്തിയിട്ട് ഞാൻ വിൻ ചെയ്ത്. അപ്പോൾ അത് എൻ്റെ ഒരു സ്നേഹിതൻ, ഒരു ജോയ് ജേക്കബ് എബ്നേസൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് എന്നെ ഒത്തിരി കമ്പൽ ചെയ്തത്, നീ മത്സരത്തിന് ചേരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അതിൽ യാദൃച്ഛികമായിട്ട് ചേർന്നു, അത് വിൻ ചെയ്തു. അങ്ങനെ അവർ ടിക്കറ്റും വിസയൊക്കെ എടുത്താണ് എന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവിടെ ഒരു 10 വർഷം ഞാൻ ഡിസൈനിങ് രംഗത്ത് ഒരു ആർട്ട് ഏജൻസിയിൽ വർക്ക് ചെയ്തു. പക്ഷേ ഞാൻ വിചാരിച്ചത് എൻ്റെ പപ്പ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, പക്ഷേ എൻ്റെ പപ്പ കർത്താവിനെ യഥാർത്ഥമായി കണ്ടിറങ്ങിയതുകൊണ്ട് ആരോടും കൈനീട്ടേണ്ടി. ഇന്ന് ഞങ്ങളുടെ അടുത്ത്, ഞങ്ങളുടെ മക്കളുടെ അടുത്ത് ഇന്ന് വരയ്ക്കും 1 രൂപ പോലും പപ്പ ചോദിച്ചിട്ടില്ല.
ഇന്ന ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ പപ്പയെ അതുപോലെ കൃത്യമായിട്ട് കർത്താവ് വിളിച്ചിറക്കിയതാണ് പപ്പയെ. പക്ഷേ ഒത്തിരി കഷ്ടത്തെ കൂടെ പോകുന്നുണ്ട്. പക്ഷേ അതുപോലൊരു കഷ്ടത എനിക്ക് അനുഭവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ജോലിയോടുകൂടെ സുവിശേഷ വേല. ഞാനിപ്പോഴും എൻ്റെ പ്രസ്ഥാനത്തിൽ നിന്നോ ആരത്തുനിന്നോ ഒരു രൂപ പോലും മേടിക്കാതെ എനിക്ക് കിട്ടുന്ന നന്മയെന്ന് ആണ് സുവിശേഷ വേല ഇപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു ചർച്ചാണുള്ളത്. ആ ചർച്ച് വളരെ പാവപ്പെട്ട ആളുകളാണ്. അത് ഞാൻ അങ്ങോട്ട് ചോദിച്ച് മേടിച്ച ചർച്ച. കാരണം അവിടെ ഒരു പാസ്റ്ററിനെ നിർത്താൻ പറ്റുന്ന ഒരു സഭയല്ല. ഇപ്പോൾ പാസ്റ്ററാണ്. ചർച്ചിൻ്റെ സഹോദരി ഭാര്യയും ഫുൾ ടൈം മിനിസ്ട്രിയിലാണോ അല്ലെങ്കിൽ ജോലി അല്ല, ചെയ്യുന്നത്? ചെറിയ ജോലി ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യുന്നുണ്ട്. അവള് എൻ്റെ ഭാര്യ ലിഡിയ താറ തോമസ്, അവൾ ഒരു ചെറിയ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾ എനിക്ക് 3 പേരാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ ഇപ്പം നോക്കുന്ന എൻ്റെ ഫാദറിലോയും മദറിലോയും വീട്ടിലുണ്ട്. അവരൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്നെ അതുപോലെ പൊന്നുപോലെ നോക്കുന്നു. ഞാനും അവരെ അതുപോലെ. എനിക്കേറെ ഇഷ്ടമുള്ള എൻ്റെ 2 മാതാപിതാക്കളും, അതാണ് എൻ്റെ ശരിക്കും ഒരു സമ്പാദ്യം എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ സഹോദരങ്ങളും എൻ്റെ വൈഫും എല്ലാവരും തന്നെയാണ്. ഈ 35 വർഷത്തിൻ്റെ ഇടയിൽ ഫാദർ ചെയ്ത മിനിസ്ട്രി കണ്ടു. അത് കഴിഞ്ഞ് നിങ്ങൾ 5 പേരും ദൈവകൃപയാൽ മിനിസ്ട്രിയിൽ നിൽക്കുന്നു. അതെ, നമ്മൾ അന്നത്തെയും വെച്ച് നോക്കുമ്പോൾ അന്നത്തെ വെല്ലുവിളികൾ വലുതാണ്. ഇന്നും വെല്ലുവിളികളുണ്ട്, ഇല്ലെന്നല്ല. ഓർത്തെടുക്കാൻ പറ്റുന്ന ആ ഒരു നിമിഷത്തെ ഏതാണ് നമുക്ക് അന്ന് അനുഭവിച്ചതിലുള്ള ഏറ്റവും വലിയൊരു? അന്ന് ഞങ്ങൾ ശരിക്കും ബിബിൻ്റെ ഒക്കെ വീടിൻ്റെ അടുത്ത് എൻ്റെ പപ്പ പാറശാല ശുശ്രൂഷകനായിരിക്കുമ്പോൾ അവിടെ നിന്ന് ഏകദേശം 10-15 കിലോമീറ്റർ ദൂരത്താണ് ഈ പഴയച്ചക്കട എന്നൊരു സ്ഥലത്ത്. അപ്പോൾ ഇവിടെ നിന്ന് സൈക്കിളിൽ പപ്പയും അമ്മയായിട്ട് വന്ന് ഇവിടെ ഒരു മിനിസ്ട്രി തുടങ്ങി അത് വിജയിപ്പിച്ചെടുത്ത് അവിടെ ഒരു ചർച്ച് പണിതു. ആ ചർച്ച് പണിത സ്ഥലമെന്ന് പറയുന്നത് ഉച്ചയ്ക്ക് പോലും അതുവഴി ആരും പോകത്തില്ല. അവിടെ വളരെ വിജനമായിട്ട് കിടക്കുന്ന ആളുകൾ ഈ സൂയിസൈഡൊക്കെ ചെയ്യാനായിട്ട് ഏറ്റെടുക്കുന്ന സ്ഥലമായിരുന്നു. പക്ഷെ അവിടെ ഒരു ചർച്ച് പപ്പ പണിതു. ചർച്ച് പണിത് 1 മാസം കഴിഞ്ഞപ്പോൾ പപ്പ തീർത്തും പാരലൈസ് ആയിപ്പോയി. കൈയും കാലൊന്നും അനക്കാൻ പറ്റാതെ. ഞാനിത് പറയുന്നതൊക്കെ ഇതിനറിയാം. പക്ഷേ അന്ന് പപ്പ സെൻറ്ററിൻ്റെ പാസ്റ്ററാണ്. അനേക ദൈവദാസന്മാർ പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്നും പപ്പയ്ക്ക് ഒരു വിരൽ പോലും അനക്കാൻ പറ്റില്ല. പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ പ്രാർത്ഥിച്ച് കർത്താവ് വിടുതൽ നൽകി. അത് ശരിക്കും ഞങ്ങൾക്ക് ഒത്തിരി വെല്ലുവിളിയായിരുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത സമയങ്ങളായിരുന്നു. കാരണം ഞങ്ങളൊന്നും ആയിട്ടില്ല ആ സമയത്ത്. പപ്പ ഇങ്ങനെ കിടപ്പുപോയപ്പോൾ ഇവിടം കൊണ്ട് തീർന്നു എന്ന് വിധി എഴുതിയ സ്ഥാനത്ത് കർത്താവ് ഒരു ഉദയസൂര്യൻ എന്ന പോലെ തന്നെയല്ല. പപ്പ ഒത്തിരി ഈ ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ള ശുശ്രൂഷയായിരുന്നു. അനേകം പേരെ ചങ്ങലയിട്ട് എൻ്റെ വീട്ടിൽ ഈ ചർച്ചിൽ കൊണ്ട് പാഴ്സനേജിൽ കൊണ്ട് ഇട്ടിട്ട് അവരങ്ങ് പോവുകയാണ്. അവരെയൊക്കെ ഈ പപ്പ പ്രാർത്ഥിച്ച് സൗഖ്യപ്പെടുത്തി ഈ അരം വെച്ച് രാഗി ഈ ബലം കെട്ട് കൊണ്ടുവന്നതാണ് ഈ കയ്യിലും കാലിലൊക്കെ. അതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങനെയാണ് കാണുന്നത്. രാഗി അത് സുഖപ്പെടുത്തി വിട്ടിയ ചരിത്രങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടുണ്ട്. ഒരുപാട്. എൻ്റെ ജീവിതം തന്നെ അത്ഭുതമാണ് ശരിക്കും. പപ്പ ഈ വർഷം എനിക്ക് തോന്നുന്നു ദുബായിൽ വെച്ച് നടന്ന ഒരു കോൺക്ലേവിൽ പപ്പ, അതും ഭയങ്കര അത്ഭുതം. അത് ഭയങ്കര അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയുടെ 28 സ്റ്റേറ്റിൽ നിന്ന് കർത്താവിനെ ജനുവിനായിട്ട് സേവിച്ച ആളുകളെ കണ്ടെത്തി. അവർക്ക് ഒത്തിരി ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് വീടില്ലാത്ത, സ്ഥലമില്ലാത്ത, ഫ്ലൈറ്റിൽ കയറാത്ത, അങ്ങനെയൊക്കെ ഒത്തിരി ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അതെ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു കുറച്ച് സെലക്റ്റഡ് ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ നിന്ന് എൻ്റെ പപ്പയും അമ്മയാണ് അവർ സെലക്ട് ചെയ്യുക. അത് എന്നെ സംബന്ധിച്ച് ഒത്തിരി പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു. ഞാനത് കഴിഞ്ഞ് ശരിക്കും അതിൻ്റെ പിറ്റേ മാസം ദുബായിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി എൻ്റെ ഒരു സ്നേഹിതൻ ബിജു, അതുപോലെ ഹരികുമാർ പന്തളം, ജോമോന്, ഇവരൊക്കെ ആയിട്ട് ജോൺസൺ, ഞങ്ങളൊക്കെ ഇവരൊക്കെ ആയിട്ട് ഒരു ദുബായ് പ്രോഗ്രാം ചെയ്തു. അവിടെ കടന്നു പോയപ്പോൾ എല്ലാവരും ശരിക്കും പപ്പയുടെ അമ്മയുടെ കാര്യം പറയായിരുന്നു. അത് അവിടെ നിന്ന് കേൾക്കാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിട്ടും കൂടെ ഞാൻ കാണുകയാണ്. ഇപ്പം പപ്പയും അമ്മയും നാട്ടിൽ ശുശ്രൂഷയിലാണോ? ശുശ്രൂഷയിലാണ്. ശരിക്കും പപ്പ എൻ്റെ കൂടെയാണ് ഇപ്പോൾ മിനിസ്റ്റർ ചെയ്യുന്നത്. കാരണം ഞാൻ ഈ മിക്കവാറും പുറത്ത് മീറ്റിങ്ങുകളൊക്കെ ഉള്ളപ്പോൾ സൺഡേ ഒക്കെ പപ്പയാണ് മിക്കവാറും നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കും അതൊരു ഭയങ്കര കാരണം പപ്പ വന്നിരിക്കുമ്പോഴേ നമുക്കൊരു ഒത്തിരി സന്തോഷമാണ്. ഇപ്പം മ്യൂസിക് മിനിസ്ട്രിയിൽ നിൽക്കുമ്പോൾ ഇപ്പം നമുക്ക് സ്റ്റേജുകളൊക്കെ വരുന്നുണ്ട്, ഉണ്ടെന്നും ഇല്ലെന്നും പറയാം. ഒരുപാട് കോമ്പറ്റീഷനും എല്ലാം ഉണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ടീമായിട്ടാവാം, അല്ലാതെയൊക്കെ നമ്മൾ പ്രോഗ്രാം പെർഫോം ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഞാൻ ഈ ടീം ബേസ് പോകുന്നു. ആദ്യം പാറശാല ഇരിക്കുമ്പോൾ ഒരു ഡിവൈൻ മെലഡീസ് എന്ന് പറഞ്ഞൊരു ടീമുണ്ടായിരുന്നു. അവിടെ ഞാനും എൻ്റെ നേരെ ഇളയാൾ പാസ്റ്റർ പോൾസൺ ഉണ്ടായിരുന്നു. അദ്ദേഹം ഡ്രമ്മറും ഞാൻ പാട്ടുകാരനുമായിട്ട്.
അപ്പോൾ ഒരു സാം വെള്ളറിട, അതുപോലെ തന്നെ ഈ പ്രകാശ്, ജോസ് പ്രകാശ്, സെൽവൻ എന്നൊക്കെ പറയുന്നവരുടെ കൂടെ, അലക്സ് അവരുടെയൊക്കെ കൂടെ, അതുപോലെ തന്നെ നമ്മുടെ കോവളം അനിയുടെ കോവളം നമ്മുടെ അനൂപിൻ്റെ ചേട്ടൻ മുട്ടയ്ക്കാട് അനിൽ, അദ്ദേഹമായിട്ട് ഒരുപാട് കൺവെൻഷൻ വേദി, ജോസ് സാഗർ, ഞങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കൺവെൻഷൻ വേദിയിൽ പാടാൻ ദൈവം അവസരമുണ്ട്. അങ്ങനെ ഞങ്ങൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബെല്ലിടുക, പാടുക. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് എന്നാണ് ഇനി ഒരു ഓർക്കസ്ട്ര വെച്ച്, എല്ലാ പാട്ടുകാരുടെ ഒരു ആഗ്രഹമാണ് നല്ലൊരു ഓർക്കസ്ട്ര വെച്ച് ഒരു ടീമിൽ പാടുക. അങ്ങനെയാണ് 97 ഹോളി ബീറ്റ്സ് എന്ന് പറയുന്ന ഒരു ടീമിൽ ഞാനവിടെ ഒരു സിബി ഫിലിപ്പ് എന്ന് പറഞ്ഞ അച്ഛൻ വരാതിരുന്നപ്പോൾ അതിൻ്റെ ഓണറായിരിക്കുന്ന പ്രിയ ജോസ് ജോർജ് അച്ഛനോട് ഞാനിപ്പോൾ ഒത്തിരി നന്ദി പറയുകയാണ്, കടപ്പാടുണ്ട്. കാരണം അദ്ദേഹം എന്നെക്കാളും നല്ല ഗായകർക്ക് വേണമെങ്കിൽ അദ്ദേഹം ചൂസ് ചെയ്യായിരുന്നു, പക്ഷേ എന്നെ വിളിച്ചു. അങ്ങനെ അവിടെ തുടങ്ങി, ഇന്നും അവിടുത്തെ സ്റ്റാഫാണ്. അത് എൻ്റെ ഉണ്ട്. ശരിക്കും ആ ഹോളി ബീറ്റ്സിൽ ജോയിൻ ചെയ്താണ് എൻ്റെ ജീവിതത്തിലെ ഒരു മ്യൂസിക്കിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് വേണം പറയാം. കാരണം ഒത്തിരി നല്ല നല്ല ആർട്ടിസ്റ്റുകളായിട്ട് പരിചയപ്പെട്ടു. അതുപോലെ സുനിൽ സോളമൻ ഉൾപ്പെടെയുള്ള, ജോസ് പൂമല ഉൾപ്പെടെയുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. നല്ല നല്ല ലെജൻഡായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, യേശുദാസ് ജോർജ് എന്നതുപോലെയുള്ള നല്ല നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം. അതുപോലെ ബിനോയ് ചാക്കോ, കുട്ടി ചേട്ടന്, സാംസൺ കോട്ടൂർ, പിന്നെ അതുപോലെ ജിജി സാം, അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാനിന്ന്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ നിൽക്കാം. ശരിക്കും എങ്ങനെയാണ് പാട്ട് പാടേണ്ടത്, എന്താണ് സ്റ്റേജ് ഡിസിപ്ലിൻ, എങ്ങനെയാണ് നമ്മുടെ വേഷവിധാനം, ഞാൻ ഹോളി ബീറ്റ്സ് പോയതിന് ശേഷമാണ് ഷൂ പോലും ഇടാൻ തുടങ്ങിയത്. അതൊക്കെ അത് കൃത്യമായിട്ട് തന്നെ അത് പറയണം. കാരണം ഞങ്ങളെല്ലാവരും, ഞാനും സുനിലൊക്കെ അത് തന്നെയാണ്. അപ്പം അത് ഒത്തിരി സന്തോഷത്തോടു കൂടെ പറയുന്നു. ഞാൻ ഇപ്പോഴും വേറൊരു ടീമിൻ്റെ കൂടെയാണ്, പുതിയൊരു ടീമിനെ നിങ്ങൾ ഇപ്പം ഞങ്ങൾക്കൊരു ടീമുണ്ട്. ഞാനും എൻ്റെ അനുജനൊക്കെ ആയിട്ട് ഡിവൈൻ മെലഡീസ് എന്ന് പറഞ്ഞത് ഞങ്ങൾ പണ്ട് പാടിയ ഒരു ടീമിൻ്റെ പേരെടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. ജെയിംസ് തോന്നിയാമലയുടെ കൂടെ ഒത്തിരി ആൽബങ്ങൾ പാടാൻ വേണ്ടി അദ്ദേഹം തന്നെ പുള്ളിയുടെ ആർട്ട് വർക്കുകളൊക്കെ ഞാനാണ് ചെയ്യുന്നത്. അദ്ദേഹം എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ജോൺസൺ തിരുവല്ല, അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. അവരൊക്കെ ഒരുപാട് പാട്ടുകൾ എന്നെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. അത് ഒത്തിരി സന്തോഷത്തോടെ പറയാൻ പറ്റുന്ന കാര്യം. അതുപോലെ തന്നെ നമ്മൾ മനോരമ റെജി, ഞാനൊരിടയ്ക്ക് മനോരമയുടെ ട്രാക്ക് ഗായനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട യേശുദാസ് ഒഴിച്ച് മിക്കവാറുമുള്ള ഗായകർക്ക് ട്രാക്ക് പാടാൻ പറ്റിയെന്നുള്ളൊരു ഭയങ്കര ഭാഗ്യമുണ്ട്. അതുപോലെ ഏറ്റവും വലിയൊരു ഭാഗ്യം നമ്മുടെ KS ചിത്ര ചേച്ചി എന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. ഈ ക്രൂശൻ സ്നേഹം എന്ന് പറഞ്ഞൊരു 10 പാട്ട് ട്രാക്ക് പാടിയതിൻ്റെ വെളിച്ചത്തിൽ എന്നെ ഒരു ദിവസം എറണാകുളത്ത് വെച്ച് വിളിച്ചു. അതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പക്ഷെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയും. അത് ഒത്തിരി എന്നെ ഒത്തിരി അന്നത്തെ സ്റ്റേജുകളും ഇന്നത്തെ സ്റ്റേജുകളും വെച്ച് കമ്പയർ ചെയ്യുമ്പം, പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് കുറച്ച് യുവ ഗായകരെല്ലാം ഉണ്ട്. പാട്ടിൻ്റെ പല പല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിലപ്പോൾ പെർഫോം ചെയ്യാതെ ഒക്കെ വരുന്ന ഒരു അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. എന്ത് തോന്നുന്നു, നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരോട് എന്ത് പറയാൻ തോന്നുന്നു? ഇപ്പോഴത്തെ പിള്ളേർ ശരിക്കും പറഞ്ഞാൽ അവർ നല്ല ഗായകർ തന്നെയാണ്, നല്ല പാട്ടുകളാണ്. കാരണം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഓഡിയൻസ് തന്നെ മാറിപ്പോയി. ഞാൻ ചിലയിടത്ത് ചെന്ന് അതൊരു വെല്ലുവിളിയാണ്. ചില ഈ മലയാളം പാട്ടുകളൊക്കെ ഈ പഴയ പാട്ട് പാടുമ്പോൾ ചിലർ ഭയങ്കരമായിട്ട് ആസ്വദിക്കും. പക്ഷെ ചിലയിടത്ത് അത് അങ്ങനെ കേൾക്കാം. പക്ഷേ അപ്പോഴേക്കും ഇപ്പോഴുള്ള പാട്ടുകൾ എന്നെ നടത്തും പൊൻകരമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പാട്ട് പാടും പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് ആളുകൾ ആരാധനയിലേക്കൊക്കെ മാറുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പഴയ പാട്ടുകൾക്ക് അത്ര ഓഡിയൻസ് ഇല്ലെന്നാണോ? ഇല്ലില്ല. ഇപ്പോഴത്തെ പാട്ടുകളെ പറ്റി എനിക്ക് പറയാനുള്ളത് അതൊന്നും നിലനിൽക്കുന്നില്ല. ഒരു അല്ലെങ്കിൽ ഇച്ചിരി നാൾ കഴിയുമ്പോൾ അതങ്ങ് മാറിപ്പോയിട്ട് പിന്നെ അടുത്ത പാട്ട് വരുന്നു. പക്ഷെ പണ്ടത്തെ എന്തത് ചെയ്യുമേ ഉദ്ദേശിച്ചത് നമ്മുടെ കുട്ടികൾക്ക് ഒരു ശരിക്കും ഒരു മെന്ററിങ് കുറവുണ്ട്, അല്ലെങ്കിൽ ഒരു ഗൈഡൻസിന്റെ കുറവുണ്ടെന്നാണോ? ശരിക്കും കുട്ടികളുടെ ലാംഗ്വേജ് മാറിപ്പോയി. ശരിക്കും ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ ലളിതമായിട്ടുള്ള ചേട്ടാ ഈ തന്തവൈബ് എന്നൊക്കെ പറഞ്ഞ പോലെ അവരേക്ക് അടുത്തോട്ട് ചെല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ അന്ന് അങ്ങനെയല്ല, ഭാഷയ്ക്ക് ഇച്ചിരും കൂടെ ഒരു ഗൗരവവും. ഇപ്പം നമ്മുടെ യുവാക്കൾ മൊത്തത്തിൽ നമ്മുടെ ചർച്ച ചെയ്യുന്ന ഒരു പിന്മാറ്റത്തിന്റെ ഒരു തീർച്ചയായിട്ടും അത് ശരിക്കും പറഞ്ഞാൽ അത് പാസ്റ്റേഴ്സിന്റെ കൂടെ ഒരു കുറവുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രസംഗങ്ങളെല്ലാം നമ്മളിനി അടുത്ത് അനുഭവിക്കാൻ അമ്മച്ചിമാർക്കിട്ടാണ് പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ ഇച്ചിരിയോടെ വലിയ ആളുകൾക്കാണ്. പക്ഷെ കുഞ്ഞുങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ എന്നെ മീറ്റിങ്ങിൽ വിളിക്കുമ്പോൾ ഞാൻ കൂടുതലും കുഞ്ഞുങ്ങളിലേക്കാണ്. കാരണം കുഞ്ഞുങ്ങളാണ് വലുതാവുന്നത്. കാരണം കുഞ്ഞുങ്ങളെ ഒരു 4 വയസ്സ് 5 വയസ്സ് കഴിഞ്ഞ് നമ്മുടെ പിടുത്തത്തിലില്ല. 35 വർഷം മുമ്പ് നിങ്ങളെ പോലുള്ളവർ നിന്നതുകൊണ്ട് ഇപ്പോഴും നിങ്ങളുടെ ഒരു തലമുറ നിൽക്കുന്നു. പക്ഷേ ഇനി അടുത്തൊരു ജനറേഷനിൽ ഇങ്ങനെ സുവിശേഷം അറിയിക്കാൻ പിള്ളേരുണ്ടാവുമോ? ഇപ്പം തന്നെ യൂത്ത് മീറ്റിങ്ങുകളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് UK അവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആൾ കൂടും. പക്ഷേ ഇപ്പോഴൊക്കെ നമ്മുടെ ഉള്ള യൂത്ത് മീറ്റിങ്ങിന്
നമ്മുടെ കുഞ്ഞുങ്ങളില്ലെന്നുള്ളത് ഭയങ്കര വാസ്തവമാണ്. കാരണം ഞാൻ ഒത്തിരി ക്യാമ്പിനൊക്കെ പോകുന്ന ഒരാളാണ്. അതുപോലെ ടാലൻറ്റ് ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ ഒരു 30 പേരുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 10 പേരെ പ്രസൻസ് ഉള്ളൂ, ബാക്കിയെല്ലാം ആബ്സെൻസ് ആണ്. ഇപ്പോൾ പാസ്റ്റർ ബിനു ഫാദറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത്രയും വിഷമത്തോടെ, എന്ന് വെച്ചാൽ പാസ്റ്റർ അനുഭവിച്ച പെയിനും എല്ലാ സ്ട്രഗിൾ എല്ലാം അറിയാം. പക്ഷെ അതുപോലെ സ്ട്രഗിൾ അനുഭവിച്ച ഒരു പിതാവിന്റെ മക്കൾക്ക് ഇനി പാസ്റ്റർ ആവണ്ട, അത് തീർച്ചയായിട്ടും അത് അവർ പറയുന്നുണ്ട്. എനിക്ക് ഇനി പപ്പയുടെ അതേ ഒരു ഇത്, എനിക്ക് മിനിസ്ട്രി പറ്റില്ല, മിഷൻ പറ്റൂല, അതുകൊണ്ട് അവർ വേറെ ജോലി തേടി പോകുന്നു. എന്തുകൊണ്ടായിരിക്കും അവരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നുമില്ല? പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് വചനം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ വചനധ്യാനം, ഞാനിപ്പോൾ ഒരു ചാനലായതുകൊണ്ട് വലിയ അഹങ്കാരം പറയല്ലോ, രാത്രിയൊക്കെ ഇരുന്ന് രാവിലെ ഞാൻ എഴുന്നേക്കുന്നത്. എനിക്ക് അത്രയ്ക്ക് എൻ്റെ വചന വായന, സുശേഷ വേലയുടെ മഹത്വം പിള്ളേർക്ക് അറിയില്ല. 2 മണി 3 മണിക്കൊക്കെയാണ് എൻ്റെ വായനകൾ, 4 മണിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വായിച്ചു കഴിഞ്ഞ കർത്താവുമായിട്ടുള്ള സ്നേഹത്തിൽ നമ്മളിങ്ങനെ ആയി കഴിയുമ്പോൾ മറ്റൊന്നും നമുക്ക് ഒന്നും അല്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഇല്ല. അതാണ് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവൻ. അത് തന്നെ ഈ വചനം തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യം എന്നൊക്കെ പറയുന്നത് അത് എക്സാക്ട്ലി അന്നെല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ച് മേടിച്ചൊരു കാലമായിരുന്നു. തീർച്ചയായും ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് സ്വന്തം പിതാവ് എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കണ്ട, പ്രാർത്ഥിക്കാതെ തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം നമ്മൾ മേടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങൾ എന്ത് ചോദിച്ചാലും നമുക്ക് അയ്യോ ആ പുള്ളി ചോദിച്ചല്ലോ എന്ന് വിചാരിച്ച് അപ്പം നമ്മൾ കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ ചോദിക്കാൻ നമ്മൾ പറയണ്ട, അതന്നെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുമല്ലേ. അവർക്കൊന്നിനും നമ്മൾ കാലതാമസം വെക്കുന്നില്ല, അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നടത്തി കൊടുക്കുന്നു. എനിക്ക് ഇടയ്ക്ക് ഈ ഒത്തിരി ജോലികളുടെ ആധിക്യവും ഉറക്കം ശരിയായിട്ട് വരാത്തതുകൊണ്ട് ഈ സ്ട്രോക്ക് എന്ന് പറയുന്ന സംഭവം വന്നിരുന്നു ഒരിക്കൽ. സ്ട്രോക്ക് വന്നിട്ട് എൻ്റെ ഇടത്തെ കൈയും ഇടത്തെ കാലും ജസ്റ്റ് അനങ്ങാൻ പറ്റാതെ ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ കിടന്നു. അപ്പോൾ എനിക്ക് ശബ്ദം കേൾക്കാൻ പാടില്ല, ആരുമായിട്ട് സംസാരിക്കാൻ പാടില്ല. എനിക്ക് വല്ലാത്തൊരവസ്ഥയിൽ കൂടെ ഞാൻ കഴിഞ്ഞു. പക്ഷേ അന്നൊക്കെ ഞാൻ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുന്ന ആളാണ്. എൻ്റെ പപ്പയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്, ഈ വചനം ഈ പാറയെ തകർക്കുന്ന ചുറ്റികയാണെന്നും തുളച്ച് ചെല്ലുന്ന ഇതെന്നൊക്കെ പറഞ്ഞ് ഈ പ്രസംഗിച്ചിട്ടൊന്നും അനുഭവത്തിൽ വന്നിട്ടില്ല. ശരിക്കും പാസ്റ്ററുടെ മോനെന്ന് പറഞ്ഞാലും നമുക്കത് ജസ്റ്റ് കേൾക്കുക പോവുകയെന്നുള്ള. പക്ഷേ ആ കിടക്കയിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 8 വയസ്സ് അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഞാനായിരുന്നു, വീട്ടുകാര്യം നോക്കുന്ന ഞാനായിരുന്നു, എൻ്റെ അനിയന്മാരെയൊക്കെ പഠിപ്പിച്ചത് ഞാനായിരുന്നു. അപ്പോൾ ശരിക്കും അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അളവിൽ ഇങ്ങനെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഭാവി എന്തായിത്തീരും. അപ്പോൾ എൻ്റെ മോന് 5ാം ക്ലാസ്സിൽ പഠിക്കുക, എൻ്റെ വൈഫാണെങ്കിൽ അങ്ങനെ പുറത്തിറങ്ങി അങ്ങനെയൊന്നും മേടിക്കാൻ പോലും അറിയത്തില്ല, പരിചയം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ മാനസികമായിട്ട് ഇനി എന്താണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എന്തായി, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം എന്തായെന്നൊക്കെ വല്ലാത്ത മാനസികമായിട്ട് ഞാൻ തകർന്നു. പക്ഷേ ആ സമയത്ത് കിടക്കുന്ന കിടപ്പിൽ ഞാനൊരു വാക്യം എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ, ഞാനധികം വായിച്ചിട്ടില്ലാത്ത വാക്യം, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി. ഈ ഒരു വാക്യം ശരിക്കും പറഞ്ഞാൽ എന്നോട് എക്സാക്ട്ലി എന്താ പറയുക, എൻ്റെ ശരീരത്തിൽ വന്നിങ്ങനെ തുളച്ച് കയറുകയും ഞാൻ ചാടിയങ്ങ് എഴുന്നേക്കും കൂടെ ചെയ്യുക. വചനത്തിലെ ജീവൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്നാണ് പാസ്റ്റർ മോനായിട്ട് ജനിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ലൈഫ് വന്നിട്ടേ ഇല്ല. പക്ഷേ ഞാനിപ്പോഴും മനസ്സിലാക്കുന്നു അത് ദൈവവചനത്തിൻ്റെ ശക്തി. ഞാൻ അന്നാണ് പാസ്റ്റർ മോനായി കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയി ഇങ്ങനൊരു അസുഖം വരാനായിട്ടിരുന്നു. ആ വാക്യം ദൈവവചനം ശക്തിയുള്ളതെന്ന് തിരിച്ചറിയാൻ വേണ്ടി ആ ഹീലിംഗ് സംഭവിച്ചു. പിന്നീട് എനിക്ക് ഒരു പ്രശ്നവും ഇതുവരെയും ദൈവകൃപയാൽ വന്നിട്ടില്ല. പൂർണ്ണമായിട്ട് സ്ട്രോക്കിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. എഴുന്നേറ്റ് നടക്കാൻ വലിയ അത്ഭുതമാണ്. സാധാരണ സ്ട്രോക്ക് വന്നാൽ 2 കാര്യം സംഭവിക്കും, ഒന്നെങ്കിൽ തന്നെ മരിക്കും, അത് ഡോക്ടറും അല്ലെങ്കിൽ പാരലൈസ്. ഡോക്ടറിന്റെ വൈഫിനോട് പറഞ്ഞു ഇയാൾ ഭാഗ്യമുള്ളവരാന്ന് പറഞ്ഞു. കാരണം അത് എങ്ങനെയോ ദൈവത്തിൻ്റെ ഒരു കാരണമാണ്. ശരിക്കും അത് ഇപ്പോഴും ഞാനത് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരാൾ സ്ട്രോക്കിൻ്റെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സുവിശേഷം പറയുവാൻ ഇത് കാരണമായി, അദ്ദേഹം ദൈവത്തെ കേൾക്കാൻ അത് കാരണമായി. അപ്പം ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ ജീവിതത്തിൽ വരുന്ന ശോധനയും വേദനയെല്ലാം അത് നമുക്ക് വേണ്ടിയുള്ളതല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്, മറ്റുള്ളവർ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുക. ദൈവം ശബ്ദം മടക്കി തന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ ഇത് വലിയൊരു ഹീലിംഗ് ആണ്. ആദ്യമായിട്ട് അന്ന് ആ ശബ്ദത്തിന്റെ ആ പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് സ്കൂളില് പാടിയ ഒരു പാട്ടിന്റെ കാര്യം പറഞ്ഞു. നമുക്കതൊന്ന് വേർഡ്സ് എനിക്ക് വലിയ പിടുത്തമില്ലെങ്കിലും ഞാൻ പാടാം, ഒരു 4 വരി. അത് ചിലപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഈ പ്രേക്ഷകർക്കും ഒന്ന് കേട്ടാ കൊള്ളാന്ന് ചിലപ്പോൾ. അന്ന് ആദ്യമായിട്ട് അതാണല്ലോ നമുക്ക് ശബ്ദം പുറത്തേക്ക് വന്ന ഒരു വലിയൊരു അനുഗ്രഹമായിരിക്കുമല്ലോ അത്. ശരിക്കും ഈ പാട്ടിനെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയുടെ സഹോദരൻ ജോസ് അബ്രഹാം, ജോസ് മാമൻ ഞങ്ങൾ വിളിക്കും, അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത്. അദ്ദേഹത്തെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. പാടാം.
ഞാൻ അക്കരെ എൻ പൊൻവീടതൊന്ന് കാണുന്നുണ്ട് ഞാൻ അക്കരെ എൻ പൊൻവീടതൊന്ന് നോക്കി പാർത്തിടുന്നേ ഞാൻ ആ ശോഭനമായ വീട് നോക്കി പാർത്തിടുന്നേ ഞാൻ ആ ശോഭനമായ വീട്. പ്രാർത്ഥനാ ജീവിതം ഇല്ലാതെ എന്തായാലും ഈ മ്യൂസിക് മിനിസ്ട്രി മുന്നോട്ട് പോകത്തില്ല. പറ്റില്ല. ഈ അനുഭവങ്ങളെല്ലാം ഓരോ ദിവസവും ദൈവത്തോട് ചേർന്ന് എന്നുള്ള ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ മിനിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, കുഞ്ഞുങ്ങൾക്കായിക്കോട്ടെ, പ്രാർത്ഥന ഒരു കുറവുണ്ടെന്ന്, പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സമയം വേർതിരിക്കുന്നില്ല എന്നൊരു ഫീൽ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ അത് തന്നെയല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒരു പിന്മാറ്റ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കാരണം? തീർച്ചയായിട്ടും ശരിക്കും പ്രാർത്ഥനയുടെ ആവശ്യകത കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ്. ശരിക്കും പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോട് സംസാരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സന്ധ്യാരാധനയ്ക്ക് വന്ന് അവർ കീബോർഡൊക്കെ വായിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പ്രാർത്ഥിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ പ്രാർത്ഥിക്കാതെ നമുക്കൊരു പാട്ട് പാടാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. പലപ്പോഴും നമുക്ക് ഈ ഒത്തിരി പരിചയത്തിൻ്റെ പുറത്ത് ഞാൻ പാടാൻ ശ്രമിച്ചിട്ടില്ലെന്നാണ്. ഞാൻ ഇന്നും ആരുടെടുത്തും പാട്ടുകാരെന്ന് പറയാറില്ല, ഞാൻ കോൾ ഷീറ്റ് പറയാറില്ല. കാരണം കർത്താവാണ് ഞാൻ ആരാന്ന് എനിക്ക് മനസ്സിലാവും. കാരണം എനിക്ക് കോവിഡ് വന്ന് ന്യൂമോണിയ വന്നിട്ട് അത്യാസന നിലയിൽ എൻ്റെ ശബ്ദം പോയ ഒരാളാണ്. പക്ഷെ പിന്നീടാണ് കർത്താവ് എനിക്ക് പുതിയ ശബ്ദം തന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗായകനെ സംബന്ധിച്ച് ഒരു ദൈവനെ സംസാരിക്കുന്ന ഒരു ആളെന്നുള്ള നിലയിലും ശബ്ദം ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ശബ്ദം പോയാൽ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യന് ഏറ്റവും ക്ഷണികനെന്നുള്ള തിരിച്ചറിവാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ ആശ്രയമാണ്. ശരിക്കും പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ ഒരു കർത്തൃത്വം എനിക്ക് കഴിവില്ല, എനിക്ക് എന്നെ കർത്തൃത്വം നടത്താൻ ഒരു കർത്താവ് ഉണ്ടെന്ന് ശരിക്കും യഥാർത്ഥത്തിൽ പറയുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എന്നെ സംബന്ധിച്ച് എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറില്ല, അല്ലെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്നുവരെയും പ്രാർത്ഥിച്ചില്ല. കാരണം എൻ്റെ ആവശ്യങ്ങൾ ഞാൻ അറിയുന്നതിന് മുമ്പേ അറിയുന്നൊരു ദൈവമാണ്. പക്ഷേ അത് അവർ ചിലപ്പോൾ ആളുകൾ അത് ചിലപ്പം ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ കർത്താവ് അറിഞ്ഞ് ചെയ്യുന്നതാണ് ഭയങ്കര അത്ഭുതം. എന്ന് പറഞ്ഞാൽ ദൈവം കാണുന്നുണ്ടല്ലോ എന്ന് വലിയൊരു പേടിയും കൂടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവസന്നിധിയിലൊന്ന് നേരെയായി ജീവിക്കുക എന്ന് ഓരോ ദിവസവും ഞാനിങ്ങനെ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. ഒത്തിരി തെറ്റുകൾ ഒക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ ദൈവസന്നിധിയിലൊന്ന് നിരപ്പാകാൻ വേണ്ടി ദൈവത്തോട് എല്ലാ ദിവസവും ഏത് സമയത്തും, അതുപോലെ തന്നെ കോവിഡ് വന്നതിന് ശേഷം ഒത്തിരി പേരെന്നെ ഈ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നുണ്ട്. അതൊരു ഭയങ്കര കാരണം ഉറക്കത്തിലൊക്കെ ഒത്തിരി സ്ഥലത്തു നിന്നൊക്കെ വിളിച്ച് അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കും ഒരു വിടുതലാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സമയം നമ്മളൊന്ന് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു തീർച്ചയായിട്ടും യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് കൊണ്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് യോബിൻ്റെ സ്ഥിതിക്ക് മാറ്റം വന്നത് എന്നതുപോലെ ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും പ്രാർത്ഥന വളരെ ഏറ്റവും മുൻപന്തി നിൽക്കേണ്ട ഒരു സംഭവം പ്രാർത്ഥന. അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് എൻ്റെ മദറിലോ. അമ്മച്ചി 4:30 ഇറങ്ങിയിട്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ 6:30 വരെ പ്രാർത്ഥിക്കും. അമ്മച്ചി ഓരോ സ്ഥാനത്തിനും വേണ്ടി ഈ കമ്പ്യൂട്ടറിന് വേണ്ടി, പേനയ്ക്ക് വേണ്ടി, സ്റ്റൗവിന് വേണ്ടി, ആ സ്ഥലങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. അത് ഭയങ്കര അതുപോലെ എൻ്റെ പിതാവും മാതാവും എല്ലാവരും പ്രാർത്ഥന മനുഷ്യർ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഇങ്ങനെ ജീവനോടെ ഇരിക്കാൻ കാരണം അവരൊക്കെ തന്നെയാണെന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കും. പിതാവായിരുന്നു നല്ലൊരു മെൻറ്റർ എന്ന് പറഞ്ഞു. പിതാവ് കഴിഞ്ഞാൽ ആരോടാ നമുക്കൊരു കടപ്പാടെന്ന് പറഞ്ഞാൽ? നമ്മളെ ഇത്രത്തോളം നടത്താൻ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് കുറച്ച് നല്ല സ്നേഹിതരായിരിക്കാം, ഭാര്യ കൂടെ ഉണ്ടാവാം. എങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ ഈ ഒരു മിനിസ്ട്രി ലൈഫിൽ നമുക്കൊരു കടപ്പാടെന്ന് പറയാൻ കൂടെ നിർത്തിയ ശരിക്കും എൻ്റെ ഭാര്യ കൂടെ ഉണ്ട്. അപ്പോൾ തന്നെ എൻ്റെ സഹോദരങ്ങൾ, ഞങ്ങൾ എല്ലാവർക്കും ഒരു അസുഖയുടെ നോക്കി സഹോദര സ്നേഹം അത് ഞങ്ങൾ എല്ലാവരെയും അടുത്ത് കാണാൻ വേണ്ടി അടുത്തടുത്ത് താമസിക്കുകയാണ്. ഞങ്ങൾ ഒരു ദിവസം പോലും കാണാതിരിക്കില്ല. എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. പല വീടുകളിലും ഇല്ലാത്ത എനിക്ക് അസുഖമൊക്കെ വരുമ്പം എൻ്റെ സഹോദരങ്ങളാണ് എന്നോട് കൂടെ ഇരുന്നത്. അവർക്ക് അസുഖം വരുമ്പോൾ ഞാൻ അവരുടെ കൂടെ. പക്ഷേ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു 3-4 സ്നേഹിതരുണ്ട്. കാരണം അവർക്ക് ദൈവജനം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവർക്ക് വേണ്ടി ഞാൻ ചെറിയൊരു ഗ്രൂപ്പ് ബി പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട്, അത്
വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ എടുക്കാം, ബിനു എന്ന് വേണമെങ്കിൽ എടുക്കാം. അല്ലാതെ മറ്റേ അംഗങ്ങളിലും ഈ ബി ഉള്ള കുറേ ആളുകളുണ്ട്. അവരുടെ പേര് പറയുന്നത് ബെന്നി, അതുപോലെ തന്നെ ലിജോ, സബിൻ, സജി, ഇത്രയും പേരുണ്ട്. അപ്പോൾ അവരുടെ ആയിട്ടുള്ളൊരു കൂട്ടായ്മ എൻ്റെ ആത്മീയ ജീവിതത്തെ ഒത്തിരി, ഞാൻ അവർക്ക് വേണ്ടി ഓരോ ദിവസം കൂടുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഓരോ സന്ദേശങ്ങൾ കൈമാറാറുണ്ട്. അപ്പോൾ അവർക്കിത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷവും അവരുടെ റിപ്ലൈസും എനിക്ക് ഒത്തിരി ഗുണം നൽകുന്നുണ്ട്. അത് ഞാൻ ഒത്തിരി പേർക്ക് അത് ഭയങ്കര ഒരു മെൻ്റലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ സപ്പോർട്ടാണ്. അതുകൂടാതെ എൻ്റെ സഭ ചച്ചുകോട് എന്ന് പറയുന്ന സ്ഥാനത്തിൻ്റെ എൻ്റെ പ്രസിഡന്റ് പാസ്റ്റർ ജോർജ് ഫിലിപ്പ്, അതുപോലെ സെൻട്രൽ പാസ്റ്റർ ജനറൽ സെക്രട്ടറി PV ഗിരിജൻ അവറുകൾ, അതുപോലെ അവിടെ ഉള്ള എല്ലാവരും തന്നെ ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി, എൻ്റെ പ്രസ്ഥാനം ഞങ്ങൾക്ക് ഒത്തിരി ഒരു കൈത്താങ്ങ് തന്നെയാണ്. ഈ മ്യൂസിക് മിനിസ്ട്രിയിലായിക്കോട്ടെ, ഇപ്പം ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ഈ ഒരു ഇതിൽ നിൽക്കുമ്പോൾ തന്നെ പല വെല്ലുവിളികളുണ്ടാവും, പൊളിറ്റിക്സ് ഉണ്ടാവാം. ഏറ്റവും നിന്ദിക്കപ്പെട്ടൊരു അവസ്ഥകളൊക്കെ നമ്മൾ എനിക്ക് ദൈവം ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്ന് ചിന്തിച്ച് ദൈവത്തോട് ഒരിക്കൽ 2 സംഭവമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതെനിക്ക്, ഞാനതൊക്കെ മറന്നുപോയെന്ന് പറഞ്ഞാൽ പോലും ചില സമയത്ത് അതിങ്ങനെ ഓർത്ത് വരാറുണ്ട്. അതെ അതെ. ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ഈ സഭയുടെ പേരോ പ്രസ്ഥാനത്തിൻ്റെ പേരോ ഒന്നും പറയുന്നില്ല, പേര് പറഞ്ഞാൽ അവർക്കൊരു വിഷമമാണ്. എന്നെ ഇതുപോലെ വേറൊരു സഭയിൽ വർഷിപ്പിനായിട്ട് വിളിക്കുകയാണ്. അന്ന് ഞാൻ ഇന്നത്തെ പോലെ ആൾക്കൊന്നും അത്ര അറിയുന്ന ആളല്ല, എങ്കിൽ പോലും ഞാൻ പാട്ടുകാരെന്നുള്ള നിലയ്ക്ക് എന്നെ വിളിക്കുകയാണ്. ഞാനവിടെ ചെന്ന് അവരുടെ മാസയോഗ ഞാനിങ്ങനെ ആദ്യം ഒരു പാട്ട് പാടി, രണ്ടാമത്തെ പാട്ട് ഞാൻ പറഞ്ഞു എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമെന്ന് ഇങ്ങനെ പറയുകയും, അവരുടെ സെൻറ്റർ പാസ്റ്റർ പറഞ്ഞു ആരും എഴുന്നേക്കണ്ട, എല്ലാവരും ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഷോക്ക് പോലെ വന്നു. പക്ഷേ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്, ഞാൻ എനിക്ക് വേണ്ടി പാടുന്ന ആളല്ല, ഞാൻ ദൈവത്തിന് വേണ്ടി പാടുക. എനിക്ക് തെറ്റിയാലൊന്നും ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ ആരും നിർത്താൻ പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് ഞാൻ അപ്പോൾ അത് ദൈവഹിതമാണെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും പാടാൻ തുടങ്ങി. പക്ഷേ അത് ഞാൻ അവിടെ മൗനം പാലിച്ച് ഞാൻ എല്ലാ വർഷപ്പെല്ലാം കഴിഞ്ഞു മാസയോഗം കഴിഞ്ഞപ്പോൾ അവരുടെ വിശ്വാസികളും ആ പാസ്റ്റേഴ്സ് എല്ലാം കൂടെ ഈ പാസ്റ്റിനെതിരെ തിരിഞ്ഞു. നിങ്ങളെന്ത് സെൻട്രൽ പാസ്റ്ററാണ്, നിങ്ങൾ ഇങ്ങനെയാണോ, നിങ്ങൾക്ക് ഇത്രയും പ്രായമുള്ള എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പുള്ളി പെരുമാറാം. അപ്പം ഞാൻ ചെന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളാരും അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്, അത് അപ്പോൾ ദൈവം അങ്ങനെ അദ്ദേഹത്തെ തോന്നിച്ചു, അദ്ദേഹം പറഞ്ഞു എന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. പക്ഷേ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, എനിക്ക് തോന്നുന്നു 10 വർഷമെങ്കിലും കഴിഞ്ഞ് കാണും, എന്നെ ഒരു വെഡ്ഡിങ്ങിനൊക്കെ പുള്ളി കണ്ടിട്ട് എന്നോടൊന്ന് ക്ഷമ പറഞ്ഞു അദ്ദേഹം. അപ്പോൾ അത് ഞാൻ മറന്നുപോയി ആ സമയത്ത്. പിന്നെയാണ് ഞാനത് ഓർത്തത്. പക്ഷേ പുള്ളിയുടെ മനസ്സിൽ അതൊരു ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തന്നു. അതുപോലെ മറ്റൊരു സംഭവം, എന്നെ ഇതുപോലെ ഗസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് പാടാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ ആ സഭയിലുള്ള പാസ്റ്റർ എന്ന് പറയുന്നത് എൻ്റെ പപ്പ വിശ്വാസത്തിൽ കൊണ്ടുവന്നൊരു പാസ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ സംഘാടകരാണ് എന്നെ ഈ മീറ്റിങ്ങിന് വിളിക്കുന്നത്, എന്നെ പാടാൻ വേണ്ടി. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ പ്രോഗ്രാമിന് പോകുക എന്ന് പറയുന്നത് സന്തോഷം ഉണ്ടെങ്കിൽ പോലും അതിനേക്കാളും കൂടെ എനിക്ക് വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ ഒത്തിരി നേരം കമ്പ്യൂട്ടറിൻ്റെ മുമ്പേക്ക് ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഒരു റിലാക്സേഷൻ, അതാണ് ഞാൻ ഇങ്ങനെ പ്രോഗ്രാമിന് പോകുമ്പോൾ എനിക്കിഷ്ടം. അപ്പം ഞാൻ വർക്കുകളൊക്കെ മാറ്റി വെച്ച് ഞാൻ ആ ചർച്ചിൽ കടന്നു ചെന്നു. നേരത്തെ ചെന്നു, അവർ നന്നായിട്ട് ട്രീറ്റ് ചെയ്തു. മീറ്റിങ്ങിന് ചെന്നിരുന്നു. അപ്പം എന്നെ അറിയുന്ന മ്യൂസീഷ്യൻസാണ് അന്ന് പാടാനൊക്കെ ഉള്ളത്. അപ്പം ഞാൻ ഈ CMF ഉള്ളത് കൊണ്ട് മിക്കവാറും ആളുകൾക്ക് എനിക്കും അറിയാം, അവർക്കും എന്നെ അറിയാം. അപ്പം ഞാൻ വിചാരിച്ചു അവരുടെ ആ സെക്ഷൻ കഴിയുമ്പോൾ ആയിരിക്കും എന്നെ വിളിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പ്രസംഗൻ്റെ അടുത്ത് തന്നെ ഞാനിരുന്നു. 1 പാട്ടായി, 2 പാട്ടായി, 5 പാട്ടായി. ആ പാട്ട് സെക്ഷൻ കഴിഞ്ഞു. വീണ്ടും ഞാൻ പിന്നെ വിചാരിച്ചു ഇനി ചിലപ്പോൾ ഇനി സ്തോത്ര കാഴ്ചയ്ക്ക് വല്ല ആയിരിക്കും എന്നെ വിളിക്കാൻ സാധ്യത. അപ്പോൾ സ്തോത്ര കാഴ്ചയുടെ അപ്പം എന്നെ സംബന്ധിച്ച് ഇന്ന് വരെയും ഒരാൾ ചോദിച്ച് ഞാൻ പാടിയിട്ടില്ല. എനിക്കൊരു അവസരം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇനി പാടത്തു അങ്ങനെ ചോദിക്കത്തില്ലെന്ന് തന്നെ, കാരണം കർത്താവാണ് നമുക്ക് അവസരം തരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതാണ് നല്ലതെന്ന് വിചാരിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞാൻ ഒത്തിരി എന്താ പറയുക, ഈ അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ആ സമയത്തും എന്നെ പാടാൻ വിളിച്ചില്ല. അപ്പം ഞാൻ ഇനി ഇദ്ദേഹം ഈ പാസ് മറന്നുപോയി കാണുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഞാനിവിടെ ഉണ്ട് കേട്ടോ പുറകിൽ. അപ്പോഴും പുള്ളി മൈൻഡ് ചെയ്യുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ കൺവെൻഷൻ കഴിഞ്ഞു. അപ്പം ഞാൻ പാട്ട് പാടാൻ എന്നെ ക്ഷണിച്ചേക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സംഘാടകരോട് ഞാൻ ചോദിച്ചു, എന്തെങ്കിലും വല്ല ഇഷ്യൂസ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതേ നമ്മൾ ഈ സംഘാടകരാണ്, ഞങ്ങൾ വിളിച്ചത് ഇവിടുത്തെ പാസിന് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പാസിന് എന്നെ ഭയങ്കരമായിട്ട് അറിയാവുന്ന ആളാണ്. ഞാൻ പാസിൻ്റെ ഒരു മോൻ്റെ പ്രായമുള്ളൂ. പ്രോഗ്രാം കഴിയുന്നവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പം ഇദ്ദേഹം ഇവർ തമ്മിലുള്ള ഇഷ്യൂസായിരുന്നു.
എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് പറയാതെ എന്നെ അവര് വിളിച്ചു, തമ്മിലുള്ള പൊളിറ്റിക്സ് കൊണ്ട് നമ്മൾ അവിടെ അദ്ദേഹത്തോട് പറയാതെ എന്നെ വിളിച്ചു എന്നുള്ളതിൻ്റെ ഒരു ദേഷ്യം പുള്ളി പ്രകടിപ്പിച്ചാണ്. പക്ഷേ എനിക്കത് അപ്പോൾ വിഷമം ഉണ്ടായെങ്കിലും ഞാനത് അത് ദൈവത്താൽ സംഭവിച്ചു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എങ്കിലും എനിക്ക് അദ്ദേഹത്തോട് വിഷമവും ഇല്ല. ശരിക്കും അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഞാനായിട്ട് നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, കാരണം പുള്ളി അങ്ങനെ ചെയ്തത് എന്നെ സംബന്ധിച്ച്, കാരണം എന്നെ അറിയാവുന്ന ഒരാളാണ്. നമുക്ക് ശത്രുക്കളുണ്ട്. ഉണ്ടാവും, പിന്നെ തീർച്ചയായിട്ടും. എപ്പോഴെങ്കിലും ബ്രദർ ബിനുവിനെ അല്ലെ പാസ്റ്റർ ബിനുവിനെ പാടാൻ വിളിക്കണ്ട എന്നാരെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ പ്രോഗ്രാമുകൾ കിട്ടാതെ വന്നിട്ടുണ്ടോ? എൻ്റെ ഓർമ്മയിൽ അതില്ല. ഇല്ല. പക്ഷെ എനിക്ക് നിങ്ങൾക്കൊന്നും സ്റ്റേജുകൾ കിട്ടാതിരിക്കാൻ വഴിയില്ല, കാരണം നിങ്ങൾ ഫുൾ ടൈം മിനിസ്റ്റേഴ്സ് ആണ്, വേറെ സ്റ്റേജുകളിൽ പോകുന്നില്ല. ഞാൻ ശരിക്കും പാസ്റ്ററിന്റെ മോനാണ്. ഞാൻ വലിയ പാട്ടുകാരനൊന്നുമല്ല, പക്ഷേ കർത്താവ് തരുന്ന സമയം ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ഈ കൺവെൻഷൻ സീസണിൽ എന്നെ സംബന്ധിച്ച് നേരത്തെ ഞാൻ ഹോളി ബീച്ചിലൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പം ഈ അലസ് ചാക്കോ എന്ന് പറയുന്ന ഒരു ഭയങ്കര പാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു ഗായൻ ഇന്ന് ക്രിസ്ത്യൻ ഇൻഡസ്ട്രിയിൽ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. പ്രിയ അച്ചാൻ്റെ കൂടെയൊക്കെയാണ് ഞാൻ പാടിക്കുന്നത്. അപ്പം അച്ചാൻ്റെ കൂടെ ഈ ഗ്രൂപ്പൊക്കെ പാടിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പാടാൻ പറ്റില്ല. അപ്പം 4 ദിവസത്തെ കൺവെൻഷനൊക്കെ 2 ദിവസമേ പാടാൻ പറ്റുള്ളായിരുന്നു. അപ്പം അതെന്നെ ഒത്തിരി ദിവസത്തെ പ്രോഗ്രാം വന്ന് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ പ്രോഗ്രാം എടുക്കാറ് പോലും ഇല്ലായിരുന്നു. പക്ഷേ ഈ ദിവസങ്ങളിൽ അങ്ങനെ ഞാൻ ഈ നമ്മുടെ കൺവെൻഷൻ സീസണിൽ ഒരു 3-4 മാസത്തിനിടയ്ക്ക് 3 ദിവസമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഞാനിപ്പോൾ ഓരോ ദിവസം പ്രോഗ്രാം കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ ഈ അടുപ്പിച്ചുള്ള ഡേറ്റ് കാണുമ്പോൾ എൻ്റെ മനസ്സിലൊരു ആദ്യം ഇനി അവിടെ പാടാൻ പറ്റുമോ, അയ്യോ ഇത് കഴിഞ്ഞിട്ട് ഇനി അവിടെ പോവാ യാത്ര എന്നൊക്കെ എൻ്റെ മനസ്സിൽ. പക്ഷേ പിന്നെ അതുപോലെ കണ്ടിന്യൂസ് പാടുമ്പം നമുക്ക് വോയിസിന് ഒരു റെസ്റ്റ് കൊടുക്കണമല്ലോ. റെസ്റ്റ് കൊടുക്കണം തീർച്ചയായിട്ടും. അപ്പോൾ അതിനെന്ത് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ ദിവസം പേടിച്ചാണ് പാടുന്നത്. ഇപ്പോൾ ഇവിടെ വന്നെങ്കിൽ ഞാൻ ഒത്തിരി ഇൻ്റർവ്യൂസിനൊക്കെ പങ്കെടുന്ന് പറഞ്ഞാൽ ഇവിടെ വന്നതും പേടിയോടുകൂടി തന്നെ ഇരിക്കുന്നത്. അത് ഓരോ പാട്ട് പാടുമ്പോഴും ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും അതിൽ 100. കാരണം ഈ മോശയെ ദൈവം തിരഞ്ഞെടുത്തതിന് കാരണമുണ്ട്. മോശയ്ക്ക് അഹങ്കരിക്കാൻ പറ്റില്ല, കാരണം മോശയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല എന്നൊരവസ്ഥ എനിക്ക്. കാരണം എൻ്റെ ജീവിതത്തിൽ 100% കർത്താവാണ്. കർത്താവ് ചെയ്യാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നുള്ളൊരു ബോധ്യമാണ് ഇന്ന് എന്നെ ഇവിടെ എടുത്തിരിക്കുന്നതാണ് എൻ്റെ ഒരു സാക്ഷ്യം. ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം അവനൊരു കുറച്ച് സോങ്സ് കളക്ഷൻസ് കാണും. അത് പഴയ പാട്ടുകളാകാം, പുതിയകളാകാം, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആകാം. ഏത് പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ പാടാൻ? എനിക്ക് ഏറ്റവും കൂടുതൽ പഴയ പാട്ടുകൾ പാടാനാണ്. എന്നാൽ പിന്നെ നമുക്കൊരു പഴയ പാട്ട്. തീർച്ചയായിട്ടും. ലോകരാക്ഷേപം ചൊല്ലിയാലും ദുഷ്ട പരിഹാസം ഓതിയാലും, ഈ ലോകരാക്ഷേപം ചൊല്ലിയാലും ദുഷ്ട പരിഹാസം ഓതിയാലും, എൻ പ്രാണനാഥൻ പോയതായ പാദമതി, എൻ പ്രാണനാഥൻ പോയതായ പാദമതി. യേശു എൻ പക്ഷമായി തീർന്നതിനാ എന്തോരാനന്ദം ഈ ഭൂവിൽ വാസം, എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കും നാൾ, എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കും നാൾ. CMF ഒരു മെമ്പറാണല്ലോ. എങ്ങനെയുണ്ട് CMF പ്രവർത്തനങ്ങളൊക്കെ? CMF ശരിക്കും നമ്മുടെ കോവിഡ് കാലത്ത് മ്യൂസിഷ്യൻസിന് വേണ്ടി അവരുടെ ഒരു ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുടങ്ങിയൊരു പ്രസ്ഥാനമാണ്. അത് ഗവൺമെൻറ് രജിസ്റ്റർഡായിട്ട് അതിൽ കോർ കമ്മിറ്റിയിൽ ഈ മീഡിയയുടെ ഭാഗമാണ് ഞാൻ നോക്കുന്നത്. അത് വളരെ അനുഗ്രഹമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞോ?
ആ ലക്ഷ്യത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കുറച്ച് കുറച്ച് പ്രോഗ്രാംസ് പ്രൊജക്റ്റുകളെല്ലാം അത് ഉണ്ടായിരുന്നു. തന്നെ പ്രോജക്റ്റ് അതുപോലെ തന്നെ കുറച്ച് പ്രോഗ്രാംസൊക്കെ ഇതിനോടകം ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത് കുറച്ച് പ്രേയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ ഒത്തിരി പേർക്ക് സഹായമായി തീർന്നിട്ടുണ്ട്. എന്താ ഇതിന്റെ പ്രത്യേകിച്ച് നിങ്ങൾ സോഴ്സ്, അതിന്റെ സോഴ്സ് ഓഫ് ഇൻകം എന്താണ്? പ്രത്യേകിച്ച് സപ്പോർട്ട് എവിടെ നിന്നാണ്? സോഴ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കുറേ ഞങ്ങളെ സ്നേഹിക്കുന്ന കുറേ ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളുണ്ട്. അവരാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അപ്പോൾ തന്നെ നമ്മുടെ റീജിയൻ വൈസ് ഒത്തിരി പേര് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ എന്തെങ്കിലും ഒരു മരണമോ അല്ലെങ്കിൽ ആർക്കെങ്കിലും സുഖമില്ലാത്ത ഒരു ഹോസ്പിറ്റൽ കേസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ റീജിയൻ തന്നെ ഒരു ഇൻസ്റ്റന്റ് ഒരു ഹെൽപ്പിനായി ഒരു പെട്ടെന്ന് ഒരു കാര്യം ചെയ്ത് അവർക്ക് ഒത്തിരി കാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ആക്സിഡൻ്റൽ പോളിസി ഉണ്ട്. അതുകൊണ്ട് ഒരാൾക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ 24 മണിക്കൂർ അദ്ദേഹം ഹോസ്പിറ്റലിൽ ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചിലവ് മുഴുവനും നമ്മുടെ CMF ത്രൂ നമ്മുടെ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. അത് ആൾക്ക് ഒത്തിരി പേർക്ക് ഈ ആക്സിഡൻ്റ് ആയവർക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു കാര്യമായിട്ട് തന്നെ. ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഇതിലിപ്പോൾ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ, മെമ്പർഷിപ്പ് എടുക്കാൻ ശരിക്കും പറഞ്ഞാൽ പാട്ടുകാരനായിരിക്കണം തീർച്ചയായിട്ടും. ഒരു 5 വർഷത്തെ ഒരു പ്രവൃത്തി പരിചയം വേണം. പിന്നെ 18 വയസ്സ് പൂർത്തിയായിരിക്കണം. പിന്നെ ഏതെങ്കിലും ഒരു സഭയുടെ അംഗമായിരിക്കണം. ഏതെങ്കിലും സഭയെന്ന് മീൻസ് നമ്മുടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അങ്ങനെ ഒരു ക്രൈറ്റീരിയയിൽ ഒരു അംഗമായിരിക്കണം. ഇതൊക്കെയാണ്. പിന്നെ ഓരോ വർഷവും അവർക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. അവർ മെമ്പർഷിപ്പ് പുതുക്കേണ്ടതായിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. ഏകദേശം 100 രൂപ 200 രൂപയൊക്കെ ഉള്ളൂ ഒരാൾക്ക് ജോയിൻ ചെയ്യാനുള്ള ക്രൈറ്റീരിയ. പക്ഷേ അത് ഒത്തിരി പേര് ഇപ്പം 500-ലധികം ആളുകൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഞങ്ങൾക്ക് ഒത്തിരി, കാരണം നേരത്തേക്ക് ഒരു മ്യൂസിഷ്യനെ ആർക്കും അങ്ങനെ അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ, ഒരു വേദന ഉണ്ടായാൽ, ഒരു സുഖമില്ലായ്മ ഉണ്ടായാൽ ഓൺ ദ സ്പോട്ടിൽ അവർ ആ മെസ്സേജ് അറിയിക്കുകയും ഈ കേരളം മുഴുവനല്ല വേൾഡ് വൈഡായിട്ട് ഈ മെസ്സേജ് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അത് നമ്മുടെ ഇൻ്റർനാഷണൽ ഒരു ഗ്രൂപ്പുണ്ട്, അഡ്വൈസറി ഒരു ഗ്രൂപ്പുണ്ട്, കോർ കമ്മിറ്റിക്ക് ഒരെണ്ണമുണ്ട്, റീജിയണൽ റെപ്രസെൻറ്റേറ്റീവിന് ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിലേക്കെല്ലാം പാസ്സായിട്ട് ആളുകൾ ഒത്തിരി പ്രാർത്ഥിക്കാൻ തയ്യാറാവുന്നുണ്ട്. എല്ലാവരും വിഷയം എല്ലാവരും അറിയുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യമായിട്ട് തന്നെ. ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയോണ്ട് നിങ്ങൾ എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടോ? ഒത്തിരി. കാരണം ഇത് ഉണ്ടാക്കാൻ ഒത്തിരി പാടുപെട്ടിട്ടുണ്ട്. ഒരുപാട് പാടുപെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു രീതിയിലാക്കാൻ വേണ്ടി ഒത്തിരി അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ഒത്തിരി ഉറക്കം നിന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ സഹോദരനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. പിന്നെ അത് ഞങ്ങൾ വളരെ സുതാര്യമായിട്ടാണ് കാര്യങ്ങൾ. കാരണം അതിൻ്റെ ഈ നമ്മുടെ ഫണ്ടിങ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സുതാര്യം. എന്ന് പറഞ്ഞാൽ 4 പേർ അറിയാതെ ആർക്കും 1 രൂപ പോലും അതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വളരെ ട്രാൻസ്പെറൻ്റ്. അപ്പോൾ ഞങ്ങൾ യാത്രകളൊക്കെ ചെയ്യുന്നതല്ല ഞങ്ങൾ തന്നെ ഇത് ചെയ്തിട്ട് അത് ഞങ്ങളുടെ സന്തോഷമാണ്. എല്ലാവരും കൂടെ അങ്ങനെ യാത്രകളൊക്കെ ചെയ്തത്. പാസ്റ്ററിൻ്റെ ഈ മ്യൂസിക് മിനിസ്ട്രി അനുഭവങ്ങളെല്ലാം വെച്ച് ഇപ്പം നമ്മുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ, പ്രത്യേകിച്ച് പാടാൻ കഴിവുള്ളവർ, പാടാനായിക്കോട്ടെ, കീബോർഡ് ആയിക്കോട്ടെ, പല ഇൻസ്ട്രുമെൻസിൽ ഇത് ദൈവം കൊടുത്തൊരു ഗിഫ്റ്റ് തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഇപ്പോൾ വളർന്നു വരുന്ന ഒരു തലമുറയോട് പാസ്റ്ററിന് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്ത് ചെയ്താലും കർത്താവിന് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ്. കർത്താവിന് മഹത്വം. കർത്താവിന് ശരിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒക്കെ ഉള്ള എല്ലാവരും ഇല്ല, ചിലരിലാണെങ്കിലും 1-2 പാട്ടൊക്കെ കഴിയുമ്പോഴേക്കും ഇവരുടെ കോൾ ഷീറ്റ് മാറി, അവർക്ക് വാഹനം വേണം, അല്ലെങ്കിൽ അവർക്ക് താമസിക്കാൻ റൂം വേണം, അങ്ങനെയൊക്കെ ഉള്ള ഡിമാൻഡുകളുണ്ട്. പക്ഷേ അങ്ങനെ ഡിമാൻഡ് ചെയ്യാതെ കർത്താവിനെന്ന പോലെ ചെയ്താൽ, കർത്താവ് ജോലി ചെയ്താൽ കൂലിക്ക് യോഗ്യനാണ്. കർത്താവ് അതിൻ്റെ കൂലി തരും. അത് ശരി വരമ്പത്ത് തന്നെയാണ് കൂലി. കർത്താവ് കൂടുമ്പം സാധാരണ ചർച്ചകൾക്ക് താങ്ങാൻ പറ്റാതെ വരും. അതെ. എന്ന് ഞാനിന്ന് വരയ്ക്കുമ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യം ഞാൻ പറയും, ഇന്ന് വരയ്ക്കും ആരോടും റേറ്റ് ഞാൻ പറയില്ല. കാരണം എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. അത് വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു കാര്യത്തിലാണെങ്കിലും ഞാനങ്ങനെ റേറ്റിംഗ് ഒന്നും അങ്ങനെ വെച്ചിട്ടില്ല. ആളുകൾ എനിക്ക് അങ്ങനെ ഞാൻ വർക്കങ്ങ് അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒത്തിരി വർക്ക് ചെയ്യാനുള്ള ദൈവം ഭാഗ്യം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഞാൻ നമ്മുടെ ബോസ്റ്റൺ പ്രയർ ലൈനിൽ അവിടെ ഇപ്പം എല്ലാ ആഴ്ചകളിലും ഞങ്ങൾക്ക് മിനിസ്ട്രി ഉണ്ട്. ചിലപ്പോൾ അവിടെ വർഷിപ്പായിരിക്കും. US കേന്ദ്രമാണ്. അത് തന്നെ അതിന്റെ മെമ്പറാണ്, പുഷ്പയാണ് ഇപ്പോൾ അത് വഹിക്കുന്നത്. അപ്പം അത് എല്ലാ ആഴ്ചയും അതിൽ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുതിയ പുതിയ പാട്ടുകൾ പഠിക്കാനും പാടാനും ഒക്കെ ഒരു വേദി അവിടെ തന്നെ ഉണ്ട്. അതുപോലെ മീറ്റിങ്ങുകളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ സ്റ്റുഡിയോ സെറ്റപ്പ് വീട്ടിലുണ്ട്. ഏറ്റവും നന്നായിട്ട് തന്നെ അത് പുറത്ത് കൊണ്ടുവരണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഓരോ മിനിസ്ട്രി, അതും ദൈവം വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എവിടെയാണെങ്കിലും കർത്താവിന് വേണ്ടി നിൽക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് കർത്താവിന്
ചാരുത ഡിസൈനിങ് ആ ഒരു സ്ഥാപനം നിലനിന്ന് പോകുന്നുണ്ട്. അതെ അതെ, ചാരുത എന്ന് പറഞ്ഞാൽ ശരിക്കും ഭംഗി എന്നാണ് എൻ്റെ അർത്ഥം. അതെൻ്റെ സ്ഥാപനത്തിൻ്റെ പേരായിരുന്നു. അപ്പം അത് ഞങ്ങൾ ഈ പാഴ്സനേജ് താമസിച്ച് ഞങ്ങളുടെ ശരിക്കും അഡ്രസ്സ് ചർച്ചക്കോട് എന്നായിരുന്നു. പിന്നെ വീടൊക്കെ ആയപ്പോൾ ചർച്ചക്കോട് ഇടാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഞങ്ങളെ ഈ ചാരു ബിനു എന്നൊക്കെ വിളിച്ച് ചാരുത എന്ന് പറയുന്നത് വീട്ടുപേരങ്ങാക്കി. അപ്പോൾ ബിനു കോമൺ നെയിം ആയതുകൊണ്ടാണ് ഞാൻ ഈ ചാരുതയും കൂടെ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് അപ്പോൾ ആ പേരൊക്കെ കേട്ടുമ്പോൾ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് ചിലർ പറയാറുണ്ട്. ഒരു ഡിഫറൻറ്റ് നെയിമായിട്ട് തന്നെ എനിക്ക് ഇപ്പോഴും ആ ആർട്ട് ഡയറക്ടർ എന്നുള്ള ഒരു പേര് നമുക്കുണ്ട്. ഉണ്ട്. നമുക്ക് കുറച്ച് അത്യാവശ്യം പിക്ചറുകൾ ചെയ്ത കുറച്ച് വർക്കുകളുണ്ട്. ഓക്കെ. ഇതൊക്കെ ഏത് കാലഘട്ടങ്ങളിൽ ചെയ്തതാണ്? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ആർട്ട് ജീവിതം തുടങ്ങി ഈ കൊമേഴ്സ്യൽ ഫീൽഡായിരുന്നു. അതുപോലെ എഴുത്തും വരപ്പൊക്കെ ആയിട്ട് ഒരു കൊമേഴ്ഷ്യൽ ഫീൽഡ് നമുക്ക് ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി ഇതൊക്കെ വീട്ടിലിരുന്ന് ഇത് ഷട്ടറിൽ ചെയ്ത വർക്കാണ്. ഈ കളക്ഷൻസ് ഒക്കെ ഇപ്പോൾ എവിടെ ഉണ്ട്? സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്? എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലെന്ന് വേണം പറയാൻ. ഇതെല്ലാം ഓരോ സ്ഥലങ്ങളിൽ ചെയ്ത വർക്കുകളാണ്. ഞാൻ ഇതൊക്കെ സെയിൽ ചെയ്ത വർക്കാണ്. ഓർത്തെടുക്കാനുള്ള ഏറ്റവും വേദനിക്കുന്ന അനുഭവമുള്ള ഏത് പരസ്യപ്പെടാ? ശരിക്കും എനിക്ക് ഒത്തിരി പ്രൗഡ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് അത് ഇതിൽ ചിത്രത്തിലില്ല. ബഹ്റൻ രാജകുമാരനൊരു വർക്ക് സമ്മാനിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊരു അവിടെയുള്ള ലുലു ഗ്രൂപ്പ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അവിടെ പോയി ചെയ്തോ? ഇല്ല, ഒരു അനാഥ മന്ദിരത്തിൽ. അതും ഒരു ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിരുന്നു. കാരണം ഒരു അനാഥ മന്ദിരത്തിലെ കുറേ ആളുകളെ ഈ രാജകുമാരൻ സാന്ത്വനിപ്പിക്കുന്നൊരു ചിത്രമാണ്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ രാജകുമാരൻ ആ പിക്ചറിലില്ല. അപ്പോൾ ഈ രണ്ട് ചിന്തകളാണ് അവർ നൽകിയത്. അപ്പോൾ ഈ രാജകുമാരനും കുഞ്ഞുങ്ങളും കൂടെ ഇരിക്കുന്ന ഒരു പിക്ചർ വേണമെന്ന് പറഞ്ഞു. ആദ്യം അതിൻ്റെ ആൾക്കാർ വേറൊരാളെ സമീപിച്ചിട്ട് അവർ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ എന്നെ ഒന്ന് സമീപിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പനി പിടിച്ചിട്ട് സുഖമില്ലാതെ കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇത് 2 ദിവസത്തിന് മുമ്പ് അവർക്ക് കൊടുക്കുകയും ചെയ്യണം. ഞാൻ ആ വരച്ച് രാജകുമാരന് സമ്മാനിച്ചത് അതെൻ്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര ഒരു പ്രൗഡ് മൂവ്മെൻ്റ് ആയിട്ട്. പക്ഷേ അന്ന് ഫോട്ടോ എടുക്കാനോ അതിനൊന്നും പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ബഹറിൽ വെച്ചിട്ട് 2 അവിടെ അറിയപ്പെടുന്ന AG ചർച്ചിൻ്റെ ഒരു പാസ്റ്റർ ഉണ്ട്, പാസ്റ്റർ PM ജോയി. അദ്ദേഹത്തിൻ്റെ ചിത്രം ഞാൻ പാട്ട് പാടിക്കൊണ്ട് തലതിരിച്ച് വരച്ചു ലൈവ് സ്റ്റേജിൽ. അതുപോലെ തന്നെ ഒരു എബ്രഹാം എന്ന് പറയുന്ന ഒരു സുവിശേഷകൻ, അദ്ദേഹം അവിടുത്തെ ബഹ്റിലെ ഈ പാലങ്ങളുടെ സ്ട്രക്ചർ ഉണ്ടാക്കിയ ആളാണ്. അദ്ദേഹം വിശിഷ്ട അതിഥിയായിട്ട് ഈ പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൽ അദ്ദേഹത്തെ ഞാൻ ഇതുപോലെ തലതിരിച്ച്, അന്ന് ഞാൻ ഇതുപോലെ ഈ കോളർ മൈക്ക് വെച്ചിട്ട് പാട്ട് പാടിക്കൊണ്ട് പാട്ട് തീരുമ്പം ആ ചിത്രം പ്രത്യക്ഷപ്പെടും. അത് സൈൻ വരെ ഞാൻ തലതിരിച്ചായിട്ടത് ഇദ്ദേഹത്തെ വരച്ചാണ്, തലതിരിച്ച് വരച്ചാണ്. വേറെ കുറേ ചിത്രങ്ങളുണ്ട്, പക്ഷേ വെച്ചിട്ട്. ഈ ഒരു ഫീൽഡിൽ നിന്ന് ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഫുൾ ടൈം മിനിസ്ട്രി വേണ്ടായിരുന്നു, ഇത് തന്നെയായിരുന്നു? ഇല്ല, ശരിക്കും ഞാനിപ്പോൾ ജോലിയോട് കൂടെ സുവിശേഷമല്ല ചെയ്യുന്നത്, രണ്ടും കൂടെ ചെയ്യുന്നുണ്ട്. പക്ഷേ ക്യാൻവാസും ബ്രഷൊക്കെ കളറൊക്കെ വീട്ടിൽ മേടിച്ചു വെച്ചിട്ടുണ്ട്. സ്റ്റേജുകളിൽ എന്തുകൊണ്ട് ക്രിസ്ത്യൻ മ്യൂസിക് മാത്രം മതി എന്ന് ചിന്തിച്ചു? അങ്ങനെ ഒരു തീരുമാനമാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഓഫറൊക്കെ വരാറുണ്ട്. ശബ്ദമൊക്കെ ആയിട്ട് ചിലപ്പം എന്നെ ഇതുപോലെ ഒരു സീരിയലിൽ പാടാൻ വേണ്ടി വിളിച്ചു. കാരണമല്ല, ഞാൻ ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഞാൻ ഈ ടൈറ്റിൽസ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഒരു ആർട്ട് ഡയറക്ടറുടെ അസിസ്റ്റൻ്റായിട്ട് കുറച്ച് നാൾ പോയി. പക്ഷേ നമുക്കത് പറ്റില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറിയതാണ്. നമുക്ക് പറ്റുന്നൊരു ഫീൽഡല്ലെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷേ ഇപ്പം ഞാൻ പൂർണ്ണമായിട്ടും ക്രിസ്ത്യൻ വർക്കുകൾ മാത്രമാണ് ചെയ്യുന്നതും. അതുപോലെ തന്നെ ഈ പാട്ടുകളാണെങ്കിലും ഈ ഞാൻ ഇങ്ങനെ ചോദിക്കും, അത് എന്ത് ടൈപ്പ് മ്യൂസിക് ആണ്? പിതാവിൻ്റെ പാത പിന്തുടർന്നു, നമ്മുടെ പാത നമ്മുടെ കുഞ്ഞുങ്ങൾ പിന്തുടരുന്നു തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതുവരെയ്ക്കും പക്ഷെ കുഴപ്പമില്ല. കാരണം എൻ്റെ മോനും കുഞ്ഞുങ്ങളും അത്യാവശ്യം അവർ നന്നായിട്ട് പാടും. പിള്ളേരൊക്കെ ഏത് ക്ലാസ്സിലാണ്? മോൻ +1 അച്ചു, എയ്ലിൻ ആലാബ്, അങ്ങനെയാണ് പേര്. അച്ചു, അമ്മു, അക്കു. അപ്പം 3 പേരും പാടും. മോന് സ്റ്റേറ്റ് ലെവലിലൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്, സ്കൂൾ ലെവലിൽ. മിനിസ്ട്രി, ഗ്രാൻഡ് ഫാദറിൻ്റെ മിനിസ്ട്രി, ഇതെല്ലാം ഇവർ കണ്ട് വളരെയാണ്. അതെ. അപ്പം ഞാൻ ഒരു ദിവസം ഞാൻ മോൻ +1 ആയപ്പോൾ ഞാൻ ചോദിച്ചു, മോന് ഏത് ഫീൽഡ് തിരഞ്ഞെടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അവന് ഇഷ്ടപ്പെട്ട. അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം, ഈ പപ്പയെ പോലെ ആയാൽ മതി തോന്നുന്നു. അത് ശരിക്കും എന്നെ സംബന്ധിച്ച് ഞാനപ്പോൾ ഒത്തിരി നന്നായി നടക്കണമെന്ന് എനിക്ക് തന്നെ ഒരു എന്നെ കണ്ടാണ് മോൻ വളരുന്നത്. അപ്പം ഞാൻ കുഞ്ഞുങ്ങളുടെ അടുത്ത് അങ്ങനെ കള്ളം പറയാറില്ല. ഞാൻ അവരുടെ മുമ്പിൽ മാതൃകയാക്കാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും.
പക്ഷെ കുഞ്ഞുങ്ങൾ എന്നെ കണ്ട് വളരുകയാണ്. കാരണം ഞാൻ ഒരിക്കൽ ചുമ്മാ ഒരു കള്ളം പറഞ്ഞു. ഞാൻ അവരുടെ അടുത്ത് പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് പോകണമെന്ന് പറഞ്ഞു. ചുമ്മാ അവരെ ഒന്ന് എന്താ പറയുന്നത്, ഒന്ന് പ്രാങ്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ വേണ്ടി. പക്ഷെ അവിടെ ചെന്നപ്പം എന്നോട് എൻ്റെ മോള് ചോദിച്ചു, പപ്പ എന്തിനാ കള്ളം പറഞ്ഞെന്ന് ചോദിച്ചു. അതെൻ്റെ ലൈഫിൽ ഭയങ്കര ഒന്ന് ആഴത്തിലൊന്ന് കുത്തി നോവിച്ച പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആകാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എത്രത്തോളം അത് സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. എങ്കിലും അവരുടെ മുമ്പ് മാന്യമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ശരിക്കും. ഇപ്പം മിനിസ്ട്രിയിൽ നിൽക്കുമ്പോൾ തന്നെ ഈ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ അവരുടെ സ്റ്റേജുകൾ, അവരുടെ പെർഫോമൻസ്, അവരുടെ പാട്ടുകളായിക്കോട്ടെ എല്ലാം നമ്മളൊന്ന് ജഡ്ജ് ചെയ്യുമല്ല, അല്ലാതെ തന്നെ ഒന്ന് നോക്കി കണ്ടാൽ ബ്രദറിൻ്റെ അഭിപ്രായത്തിൽ ഇഷ്ടമല്ലെന്ന് തോന്നുന്നത്, അവരത് ചെയ്യാൻ പാടില്ല എന്ന് തോന്നുന്ന ഒരു രീതിയിലൊരു പോക്ക് എന്തായിരിക്കും നമുക്കങ്ങനെ പറയാൻ കാണുക? ശരിക്കും ചില ആളുകളൊക്കെ ആയിട്ട് അത് ശരിയായില്ല, ആ സ്റ്റേജിൽ അവൻ അങ്ങനെ ചെയ്ത് ശരിയായില്ല, അവർക്കൊരു ഡിസിപ്ലിൻ ഇല്ല. ചില പ്രോഗ്രാമിന് അതെനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ചില ഇപ്പം ഞാനൊക്കെ ഒരു 48-49 വയസ്സായി, അപ്പോൾ പ്രായമായ ഗണത്തിൽ പെടുന്ന ഒരാളാണ്. ചില പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ അവർ കാണിക്കുന്ന ചിലപ്പം നമ്മൾ പ്രോഗ്രാം സ്ഥലത്ത് അവരുടെ പ്രോഗ്രാം എല്ലാവരും അല്ല കേട്ടോ, ചിലരെ ഞാൻ ചില പ്രോഗ്രാമിന് പോയി വാച്ച് ചെയ്തപ്പോൾ ഞാൻ പറയാം, ആ പ്രോഗ്രാം കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള മേഖലയാണ്. അവർ ഗെയിം കളിക്കുന്നു, അവർ നാരങ്ങ വെള്ളം കുടിക്കാൻ പോകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സ്പിരിച്വൽ അല്ലെന്നൊരു ഫീല്. അല്ല, ചിലപ്പോൾ അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കും. പക്ഷേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ ദൈവത്തോടും കടപ്പായിരിക്കണം, മനുഷ്യരോടും കടപ്പായിരിക്കണം. ഇലക്ട്രോണിക്സ് മീഡിയ പിള്ളേരെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ഇലക്ട്രോണിക് എപ്പോഴും നല്ലത് തന്നെയാണ്. ഇപ്പോൾ ഒത്തിരി ഇപ്പം ഞാൻ പണ്ട് കാലം ആദ്യമായിട്ട് 91 ഞാൻ കാസറ്റിൽ പാടുന്നത്, ബിനോയ് ചാക്ക്, ദിലീമ അവരൊക്കെ ഉൾപ്പെടുന്ന ഒരു കാസറ്റിൽ. പക്ഷേ അന്നത്തെക്കാളൊക്കെ ഇന്ന് ഭയങ്കര, അന്ന് ആളുകളൊക്കെ ഞങ്ങളുടെ കൂടെ ഓർക്കസ്ട്ര ഇരുന്നിട്ട് പാടിയ അതിപ്പോൾ ഒരു വെല്ലുവിളി തന്നെയല്ലേ. അന്ന് നിങ്ങൾക്ക് പാട്ടുകൾ ഇറക്കാനും ആ പാട്ടുകളെല്ലാം വീടുകളിലെത്താനും കാസറ്റ് CD ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇന്ന് എല്ലാവരും യൂട്യൂബിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും പാട്ടിറക്കുന്ന ഒരു കാലമായി. ഇന്ന് ശരിക്കും ഒരു പാട്ട് ആളുകൾ കേൾക്കുന്നില്ലെന്നുള്ളതാണ്, സമയമില്ല, ഫുള്ളായിട്ട് കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് റീൽസിൻ്റെ കാലഘട്ടത്തിലേക്ക് വന്നത്. ഇനി റീൽസും ചുരുങ്ങാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ തന്നെ അതൊരു വെല്ലുവിളിയാണ്. നമ്മുടെ ഈ വാട്സപ്പിൽ തന്നെ ഇത് ടൈം കൂടുതൽ വെച്ച് കേൾക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അല്ല, അത് തന്നെ വോയിസ് തന്നെ ഈ മറ്റേ 3x 2xലൊക്കെ കേൾക്കാൻ. അപ്പം മിക്കവാറുള്ള ആളുകൾ അങ്ങനെയാണ് കേൾക്കുന്നത്. കാരണം അത് നേരെ ചുവ കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥ പോലും, അതുകൊണ്ടാണ് തട്ടുകടകൾ തന്നെ പെരുകി വരുന്നത്. കാരണം ആൾക്ക് ചെന്നിരുന്ന ഒന്ന് പക്ഷായി എല്ലാവരും പെട്ടെന്ന് കാര്യങ്ങൾ വേണം, പെട്ടെന്ന്. അല്ലാതെ നേരത്തെ പോലെ കാത്തിരുന്ന് കിട്ടുക അങ്ങനെയുള്ള സംഭവമില്ല. പാട്ടുകളാണെങ്കിൽ പോലും എല്ലാം ഇപ്പം ആരാധനകളങ്ങനെ പോകാൻ പോലും ചുരുങ്ങി ഒത്തിരി ചെറുതായിട്ടുണ്ട്. സന്ദേശങ്ങൾ പോലും ചെറുതായിട്ടുണ്ട്. പണ്ടൊക്കെ 1.5 മണിക്കൂർ പ്രസംഗിച്ച പ്രസംഗങ്ങൾ ഇപ്പോൾ ഒക്കെ ക്യാപ്സൂൾ പരുവത്തിൽ. കാരണം എന്തിനാന്നുള്ളൊരു പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ റിഹേഴ്സൽ എല്ലാം അതിനുവേണ്ടി നിങ്ങളൊരു സമയം കണ്ടെത്തുന്ന ഒരു കാലം അന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിളിക്കുന്നു, പോകുന്നു, ജസ്റ്റ് പോയി ചിലപ്പോൾ സ്കെയിലും ഇതൊക്കെ പറയുന്നു, അങ്ങ് പാടുന്നു. പോയിട്ടാണ് റിഹേഴ്സൽ. പോയിട്ട് റിഹേഴ്സൽ ഇല്ല, സ്റ്റേജിൽ അങ്ങ് പോവാണ്. സ്റ്റേജിൽ പോയിട്ട് കണ്ണ് കാണിച്ച് പാടുക ശരിക്കും. പക്ഷേ അത് ദൈവകൃപ കൊണ്ട് തട്ടുകേടില്ലാതൊക്കെ പോകുന്നു, അത്രേ പറയാനുള്ളൂ. പിതാവ് മിനിസ്ട്രിയിലാണ്, നിങ്ങൾ കുടുംബമായിട്ട് എല്ലാവരും മിനിസ്ട്രിയിലാണ്. സഹോദരങ്ങൾ ആരെങ്കിലും ഈ മ്യൂസിക് മിനിസ്ട്രിയിൽ ഉണ്ടോ? ശരിക്കും എല്ലാവരും ആക്ച്വലി നല്ല മ്യൂസീഷ്യൻസ് ആണ്. കാരണം എൻ്റെ ചേട്ടൻ എന്നേക്കാളും നന്നായിട്ട് പാടുന്ന ആളാണ്, ബിജു ചാരു. പക്ഷെ പുള്ളി അങ്ങനെ വേദികളിലൊന്നും അങ്ങനെ വന്ന് നിൽക്കാറില്ല. പാട്ടുകൾ ഏതെങ്കിലും അദ്ദേഹത്തിൻ്റെ അല്ല, എൻ്റെ നേരെ ഇളയാളാണ് പാസ്റ്റർ പോൾസൺ. അദ്ദേഹത്തിൻ്റെ പാട്ടാണ് ഇത്ര നല്ല രക്ഷക യേശുവേ ഇത്രമാം സ്നേഹം നീ തന്നതാണ്. അത് ഞാനും പാടിയിട്ടുണ്ട്, പിന്നെ അതുപോലെ സുജാ ചേച്ചിയും പാടിയിട്ടുണ്ട്. അതിനും ട്രാക്ക് പാടാൻ ദൈവം ഭാഗ്യം നൽകി. അതുപോലെ അദ്ദേഹത്തിൻ്റെ അനുജനായിട്ടുള്ള ഒരാളുണ്ട്, വിനോദ് ചാരുത. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അവരുടെ കുടുംബത്തിന് ഏറെ നാൾക്ക് ശേഷം ഒത്തിരി പ്രാർത്ഥിച്ച് അവർക്ക് ഒരു ആൺകുഞ്ഞിനെ കർത്താവ് ദാനമായി നൽകി. പക്ഷെ ജനനത്തിൽ തന്നെ കുഞ്ഞ് മരണപ്പെട്ടു പോയി. അപ്പോൾ അത് ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന ഫസ്റ്റ് മരണമെന്ന് വേണമെങ്കിൽ പറയാം. അത് ശരിക്കും ഞങ്ങളെ ഒത്തിരി പിടിച്ച് ഉലച്ച് കളഞ്ഞു. ശരിക്കും ആ വിനോദ് എന്നെ ഫോൺ വിളിച്ച് ഈ കാര്യം പറയുമ്പം കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ആ കുഞ്ഞ് പോയടാന്ന് പറഞ്ഞാൽ പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വൈഫ് ജിജി നന്നായിട്ട് പാടുന്നൊരു ആളാണ്. അപ്പോൾ ശരിക്കും ഇവർ ഈ ഒരു തകർച്ച അവരുടെ ജീവിതത്തിൽ തന്നെ ഭയങ്കരമായിട്ട് ശക്തമായി അവരെ ഉലച്ച് കളഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഫോട്ടോഗ്രാഫറാണ്, വിനോദ് ഡിസൈനറുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കിന് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ
തൊട്ട് തലേദിവസം ഉണ്ടായിരുന്നു, പിറ്റേ ദിവസം ആൾ മരണപ്പെട്ടു. അത് ഏകദേശം 10-18 വയസ്സെന്തോ ഉള്ള പ്രായമുള്ളൊരു മോൻ. രണ്ട് മരണം അടുത്തായപ്പം ഇവന് ഭയങ്കരമായിട്ട് വിഷമമായിട്ട്, ഇവനിനി എങ്ങനെയെങ്കിലും ചെന്ന് ഈ കുഞ്ഞിനെ ഒന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ ഈ കൂട്ടുകാരനെ കാണണം, കർത്താവിനെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഇവനിങ്ങനെ ഇരുന്നിരുന്ന് എഴുതിയ വരികളാണ്. ചേരും ഞാൻ പ്രിയനരികിൽ, കാണും ഞാൻ പ്രിയൻ പൊന്മുഖം, വാഴും ഞാൻ നിത്യനാടതിൽ, ഈ ഗേഹം ദുഃഖമേകിയാലും വാഴ്വിൻ നാളിൽ നാം ആർത്തിടും, വിലാപങ്ങൾ നൃത്തമായി തീർന്നിടുമേ, നാഥൻ വേഗം വന്നിടുമേ. ശരിക്കും ഈ പാട്ട് ഞാൻ കസറ്റിന് വേണ്ടി ട്രാക്ക് പാടിയതാണ് ആക്ച്വലി. പക്ഷേ ഈ പാടിക്കഴിഞ്ഞപ്പോൾ അത് കാസറ്റ് ഇറക്കുന്നവർ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, അനുജൻ എഴുതിയ പാട്ടല്ലേ ചേട്ടൻ പാടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പാട്ട് ഞാൻ പാടുന്നത്. ശരിക്കും ഒത്തിരി പേർക്ക് ഈ പാട്ട്, ഒത്തിരി പേര് ഞങ്ങളെ വിളിക്കാറുണ്ട്, വിളിച്ചിട്ട് പറയും ഞങ്ങളുടെ അമ്മ മരിച്ചപ്പോൾ ഈ പാട്ടാണ് പാടിയത്. ശരിക്കും ഒരു മരണപ്പാട്ട് പോലെ ഇത് ആയിത്തീരുന്നു. കാരണം ഒത്തിരി പേർക്ക് ആശ്വാസം നൽകുന്ന ഒരു പ്രത്യാശ ഗാനമാണ്. അപ്പോൾ അതിൻ്റെ 2 വരി പാടാം. ദുഃഖമേകിയാലും വാഴ്വിൻ നാളിൽ ആർത്തിടും വിലാപങ്ങൾ നൃത്തമായി മാറിയിടുമേ, നാഥൻ വേഗം വന്നിടുമേ. ഈ ലോകം ദുഃഖമേകിയാലും വാഴ്വിൻ നാളിൽ ആർത്തിടും വിലാപങ്ങൾ നൃത്തമായി മാറിയിടുമേ, നാഥൻ വേഗം വന്നിടുമേ. ചേരും ഞാൻ പ്രിയനരികിൽ, കാണും ഞാൻ പ്രിയൻ പൊന്മുഖം, വാഴും ഞാൻ നിത്യനാടതിൽ, നാഥൻ മാർവിൽ ചാരിടുമ്പോൾ ഞാൻ കാണും പ്രാണനാഥൻ ശോഭയേറും വിൺപുരിയിൽ. ഞാൻ കേൾക്കും നാഥൻ ഇൻപസ്വരം, ദൂരമോ വിദൂരമല്ല, ദൂരമോ വിദൂരമല്ല, ദൂരമോ വിദൂരമല്ല. Praise the Lord. ഇത്രയും നേരം ഹാർവസ്റ്റ് ടി വി പ്രേക്ഷകർക്ക് വേണ്ടി തീർച്ചയായിട്ടും നല്ലൊരു അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞു. അത് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. തീർച്ചയായിട്ടും ആ കാലഘട്ടവും ഈ കാലഘട്ടവും വെച്ച് നോക്കുമ്പോൾ ഒത്തിരി വ്യത്യാസമുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് തന്നെ. ഇനി അടുത്തൊരു ജനറേഷൻ ഇങ്ങനെ ഒരു ഫുൾ ടൈം മിനിസ്റ്റേഴ്സ് ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. എങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നല്ലൊരു അനുഭവങ്ങൾ ഹാർവസ്റ്റ് ടി വി പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചതിന് ഒത്തിരി നന്ദി, സന്തോഷം. ഇനിയും ഒരുപാട് ദൈവരാജ്യത്തിന് വേണ്ടി കുടുംബമായി ദൈവം പ്രയോജനപ്പെടുത്തിയത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഞാനിതിനൊന്നും യോഗ്യനല്ലെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ്. പക്ഷെ എന്നെ നിങ്ങൾ ക്ഷണിച്ചു എന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. ഇതെല്ലാം ദൈവനാമത്തിന് ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.